പ്രാർത്ഥനയിൽ ഉപവാസത്തോടുകൂടെ ഇന്ന് പകൽവേള കർത്താവിന്റെ സന്നിധിയിൽ വരുവാൻ കർത്താവ് സഹായിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. സംഭവബഹുലമായ പല സാഹചര്യങ്ങളിലൂടെ സഭയും ലോകവും കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ വീണ്ടും ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ അടുത്ത് വരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയുടെ കൂടെ ആയിരിക്കാം. സ്തോത്രം. ജീവിതത്തിൽ അനവധി പ്രതിസന്ധികളും വെല്ലുവിളികളും കടന്നു വരുമ്പോൾ യേശു മാത്രം നല്ലവനെന്ന് പറയുവാൻ, കർത്താവ് മാത്രം സ്തോത്രം ഉന്നതനെന്ന് പറയുവാൻ കർത്താവ് സഹായിക്കുമെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടല്ലോ. കർത്താവിന്റെ കരുതലും ബലവും നമ്മുടെ നടുവിൽ വെളിപ്പെടുന്ന സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. നമുക്ക് അല്പനേരം ചില വചനങ്ങളെ ചിന്തിച്ച് ദൈവസന്നിധി താണിരിക്കാൻ ഞങ്ങൾ ശരണപ്പെടുകയാണ്. സ്തോത്രം. ഈ നാളുകളില് ദൈവസഭയിൽ അസാധാരണമായ പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവദാസന്മാര് തന്നെ പലരും ദർശനം തെറ്റിപ്പോയ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് കാണുവാൻ സാധിക്കുന്നു. വിശേഷിച്ച് സ്തോത്രം വായിൽ നിന്ന് വരുന്ന ദൂഷണങ്ങളും ശാപവാക്കുകളും പലപ്പോഴും സഭയ്ക്കകത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സ്തോത്രം സോഷ്യൽ മീഡിയാസിന്റെ അകത്ത് വളരെ ശക്തമായിട്ട് കടന്നു വരുന്ന വിഷയമായിരുന്നു. സാമ്പത്തിക വിഷയം ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന സഭയുടെ നടുവില് വളരെ ശക്തമായ ഒരു പ്രതിസന്ധി എഴുന്നേൽക്കുന്നത് കാണുവാനിടയായി. സ്തോത്രം. സഭയുടെ ആവശ്യങ്ങളിൽ കൂട്ടാളിയാകേണ്ട ഉത്തരവാദിത്വം സ്തോത്രം അതിൽ കൂടി വരുന്ന വിശുദ്ധന്മാർക്ക്, വിശ്വാസികൾക്കുണ്ട്. പക്ഷേ പലരും അതിൽ നിന്ന് ഒഴിഞ്ഞ് ജീവിക്കുകയും കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നവരെ സ്വന്തം തടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരവസ്ഥ ഒരിടത്ത് മാത്രമല്ല പല സ്ഥലത്തും ഒട്ടുമിക്ക ശുശ്രൂഷകളുടെ അകത്തും ഉണ്ടാകുന്ന ഒരു വലിയ വിഷയം തന്നെയാണ്. എന്നാൽ ഇന്ന് പകൽനേരം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്തോത്രം. കർത്താവ് നമ്മളെ എന്തിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്? കർത്താവിന്റെ പദ്ധതി എന്താണ്? വീണ്ടും നമ്മൾ ശ്രദ്ധ ക്രിസ്തുവിൽ നമ്മൾ കേന്ദ്രീകരിക്കുവാൻ നമ്മൾ ഇടയാകണം. നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വളരെ വിശാലമായ പദ്ധതികളാണ്. ഒരിക്കലും സ്തോത്രം ലോകത്തിന്റെ മോഹങ്ങൾക്കോ ഒരിക്കലും കീഴ്പ്പെടുന്നതല്ല ദൈവത്തിന്റെ പ്രവൃത്തി എന്നുള്ളത് ഇന്ന് പകൽനേരം അടിവരയിട്ട് ഞാൻ സ്തോത്രം സഭയോട് സ്തോത്രം ആഹ്വാനം ചെയ്യുകയാണ്. നമുക്ക് ചില ചിന്തയ്ക്കായിട്ട് റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 13-14 വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 12-ാം അധ്യായം 13-14 വാക്യം. കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവിൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിന്റെ സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. ആമേൻ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ഈ ലേഖനം നമ്മളിവിടെ വായിക്കുമ്പോൾ ഒത്തിരി വിഷയങ്ങൾ സ്തോത്രം സഭയ്ക്കകത്ത് സഭയിൽ ഉപദേശിക്കേണ്ട ഉപദേശങ്ങൾ വളരെ സവിസ്തരം വെളിപ്പെടുത്തുകയാണ് പൗലോസ് അപ്പോസ്തലൻ. എന്നാൽ ഇവിടെ അപ്പോസ്തോലിക ശുശ്രൂഷയിലായിരിക്കുന്ന പൗലോസ് സഭയ്ക്ക് കൊടുക്കുന്ന ആഹ്വാനത്തെ കുറിച്ച് നമ്മളൊന്ന് വളരെ ശ്രദ്ധയോടെ നമ്മുടെ കണ്ണോടിക്കേണ്ട വളരെ ആവശ്യമാണ്. അവിടെ പറയുന്നത് എന്താണ്? കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവിൻ. കഷ്ടത രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്ന ഏതൊരു ദൈവവൈതലും സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായിരിക്കുന്ന ഓരോ ദൈവവൈതലും കഷ്ടതയിലൂടെ പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മെ രക്ഷിച്ചവനും നമുക്ക് വേണ്ടി ആദിജാതനും നമുക്ക് വേണ്ടി ഏകജാതനുമായി തീർന്ന സ്വതപുത്രനാകുന്ന യേശു ക്രിസ്തു പിതാവിന്റെ പ്രിയപുത്രൻ നമുക്ക് വേണ്ടി ലോകത്തിൽ കഷ്ടം സഹിച്ചവനാണ്. നമുക്ക് മുമ്പേ ഈ പരീക്ഷയിലൂടെ കടന്നുപോയവനാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു കഷ്ടം സഹിച്ചവനാണ്. സ്തോത്രം. പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയവനാണ് നമ്മൾ സേവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യ രൂപം ജഡമെടുത്ത് വന്നപ്പോൾ ലോകത്തിൽ എല്ലാവിധത്തിലും കഷ്ടതയിലേക്കാണ് താൻ സ്തോത്രം കാല് വെച്ച് ഇറങ്ങി വന്നു എന്ന് മനസ്സിലാക്കണം. മഹത്വം വിട്ട് ഇറങ്ങി വന്നു.
മഹത്വം വിട്ട് ഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തു കഷ്ടം സഹിക്കുകയാണ് ചെയ്യുന്നത്. അത് പിതാവായ ദൈവത്തിന്റെ പദ്ധതിയാണ്, പുത്രൻ കഷ്ടം സഹിക്കുക എന്നുള്ളത്. പുത്രൻ കഷ്ടം സഹിച്ച് അതിൽ തികഞ്ഞവനായി തീരണം എങ്കിൽ മാത്രമാണ് ഭൂമിയിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുന്നവർക്ക് ക്രിസ്തു മധ്യസ്ഥനും ശുശ്രൂഷകനും വീണ്ടെടുപ്പുകാരനും രക്ഷകനുമായിട്ട് പിതാവിന്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുത്രനാകുന്ന യേശു ക്രിസ്തു ലോകത്തിൽ കഷ്ടം സഹിച്ചേ മതിയാകത്തുള്ളൂ. അപ്പോൾ കഷ്ടം സഹിക്കുക എന്നുള്ളത് ഒരു നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മുടെ ചിന്തയിലുള്ള കഷ്ടത ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഉണ്ട്, അല്ലെ? സാമ്പത്തിക കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, രോഗത്തിന്റെ കഷ്ടതയിലൂടെ കടന്നു പോകുന്നുണ്ട്, പലവിധ പ്രതിസന്ധികൾ ജനിക്കുന്നതുണ്ട്. ഇതൊക്കെ ലോക മനുഷ്യനുമുണ്ട്. പക്ഷേ അതിലും ഏറെയായ കഷ്ടതയാണ് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് സഹിക്കുവാനിരിക്കുന്നത്. കാര്യം, ലോക മനുഷ്യന് പാപം ചെയ്ത് ജീവിക്കുന്നവനെ സംബന്ധിച്ച് അവൻ ഏതു വഴിയും തെരഞ്ഞെടുക്കുന്നതിൽ അവന് തെറ്റില്ല. കാരണം അവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, പാപ സ്വഭാവത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് അവൻ എല്ലാ വഴികളും തെരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ദൈവം അനുവദിച്ചിട്ടില്ല. അവനിലെ വിശുദ്ധിയും ദൈവകൃപയും അന്യമാകുന്ന വഴികളെ ഒഴിഞ്ഞ് മുന്നോട്ട് പോകുകയാണ് വചനം ഉപദേശിച്ചു തരുന്നത്. അപ്പോൾ ഉപദേശങ്ങൾ എപ്പോഴും പാപവഴികളിൽ നിന്ന് വിട്ട് വിശുദ്ധിയെ സൂക്ഷിച്ച് ദൈവകൃപ സൂക്ഷിച്ച് ദൈവരാജ്യത്തിനായി ഒരുക്കപ്പെടുന്നവരാണ് വിശുദ്ധിയോടുകൂടെ ക്രിസ്തീയ ജീവിതം ജയോത്സവമായി കൊണ്ടാടുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. അപ്പോൾ നാം അതിനുവേണ്ടി സഹിക്കുന്ന കഷ്ടതകളുടെ വളരെ വ്യത്യസ്തമായിരിക്കും. നമ്മൾ അതിനുവേണ്ടി വളരെ വില കൊടുക്കേണ്ടതായിട്ട് വരും. പല നഷ്ടങ്ങളും നമ്മൾ സഹിക്കേണ്ടി വരും, പല കഷ്ടങ്ങളും സഹിക്കേണ്ടി വരും. ആമേൻ. മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മളെ നികൃഷ്ടരായിട്ടോ, മറ്റുള്ളവർ നമ്മെ ഭോഷരായിട്ടോ, അയോഗ്യരായിട്ടോ, അല്ലെങ്കിൽ കഴിവുകെട്ടവരോ ഒക്കെ ആയിട്ട് നമ്മളെ വിധിയിലിടുമ്പോൾ നമ്മൾ അതിൽ ഭാരപ്പെടരുത്. കാര്യം, നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് വളരെ ഉന്നതമാണ്. കാര്യം, നമ്മുടെ ശരീരം രൂപാന്തരപ്പെടണം, നാം ദൈവരാജ്യത്തിൽ എടുക്കപ്പെടണം. ആമേൻ. നമ്മളുടെ നിത്യമായ ഭവനം സ്വർഗത്തിലാണ്. നാം കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ നിത്യ യുഗായുഗം നമ്മൾ അവനോടുകൂടെ വാഴുവാനായി നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുകയാണ്. ആ വലിയ പദ്ധതിയിലേക്കാണ് നമ്മളെ കർത്താവ് കൊണ്ടുപോകാനിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിലെ സുഖങ്ങളും ധനമാനങ്ങളും പലപ്പോഴും വേണ്ടെന്ന് വെക്കുവാൻ കൃപ ലഭിച്ചവർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ആരാണ് കഷ്ടം സഹിക്കുന്നത്? ദൈവരാജ്യത്തിനായി കാത്തിരിക്കുന്നവർ മാത്രമാണ് കഷ്ടം സഹിക്കുവാൻ താല്പര്യപ്പെടുന്നുള്ളൂ. ക്ലേശം അനുഭവിക്കുവാൻ താല്പര്യപ്പെടുന്നത് പലപ്പോഴും ദൈവരാജ്യത്തെ കണ്ടിട്ടുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഉയരത്തിലെ ആ വലിയ ധനം കാണുവാൻ പ്രാപ്തിയില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി വേഗത്തിൽ പാപം ചെയ്ത് പിന്മാറി പോകാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. ഹല്ലേലൂയ. അപ്പോൾ പാപം ചെയ്യുന്നവര് ആ പാപം ചെയ്യുന്ന മനുഷ്യരുടെ ഇടയിലാണ് ഒരു ദൈവ പൈതല് വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടത്. അവർക്ക് മാതൃകയായിട്ട് വേണം നിൽക്കുവാനായിട്ട്. അപ്പോൾ ലോകര് നോക്കുമ്പോൾ നല്ല ഫലം പുറപ്പെടുവിക്കണം. അതുകൊണ്ട് ഇവിടെ പൗലോസ് ഇവിടെ റോമാലേഖനത്തിൽ ഈ ലേഖനം എഴുതുമ്പോൾ ഇവിടെ പറയുന്ന കാര്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ആ ഭാഗം വായിച്ചേ. കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവിൻ. നമ്മളിൽ പലർക്കും സംഭവിക്കുന്ന ഒരു പ്രതിസന്ധി, കഷ്ടത ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് സഹിഷ്ണുത നഷ്ടപ്പെട്ടു പോകും. ചിലര് പറയും എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ അപ്പോഴവന്റെ കൺട്രോള് പോകും. ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ട്, ചിലർക്ക് കയ്യിൽ പണമില്ലെങ്കിൽ ഭയങ്കര ഭാരവ, പണമില്ലെങ്കിൽ അങ്ങ് ജീവൻ പോയതുപോലെയാണ്. ചിലർക്ക് ഒട്ടും സ്വസ്ഥത നശിക്കുന്നത് പണം കയ്യിൽ നിന്ന് പോകുമ്പോഴാണ്. മനസ്സിലാക്കണം, അങ്ങനെയുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനം പണമെന്ന ധനമോഹമാണ്. ആ അന്യായ ബന്ധനം ഒരുവനിൽ നിന്ന് അഴിഞ്ഞു പോയാൽ മാത്രമേ അവന് സ്വർഗ രാജ്യത്തിന്റെ മഹിമ കാണുവാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. കരങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. നാം സഭയിൽ കൂടി വരുന്നതും നമ്മൾ ആത്മാവിൽ ആരാധിക്കുന്നതൊക്കെ എന്തിനാണെന്നറിയാമോ? സ്വാർത്ഥരാകാതിരിക്കാൻ വേണ്ടി. സ്വാർത്ഥത നമ്മളെ ഭരിക്കരുത്
ഭരിക്കരുത്. ചിലർക്ക് സ്വാർത്ഥത, എന്റെ കാര്യം, എന്റെ ശരീരം, എന്റെ വീട്, എന്റെ ഉദ്യോഗം, എന്റെ ജാതി, എന്റെ മതം, ഈ രീതി സ്വാർത്ഥരായി തീരുന്ന ഒരവസ്ഥ ലോകത്തിലുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ടു വരുന്ന ഒരു ദൈവ പൈതലിൽ സ്വാർത്ഥത ഒരിക്കലും ഭരിക്കരുത്. ഹല്ലേലൂയ. മാറി നിന്ന് അടക്കം പറയുമ്പോഴും സ്വാർത്ഥതയാണോ നീ സഹോദരന്റെ ചെവിയിലേക്ക് പറഞ്ഞു കേൾപ്പിക്കുന്നത്? എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി നീ മറ്റൊരുത്തന്റെ കുറ്റം പറയുന്നത് സ്വാർത്ഥതയുടെ വെളിച്ചത്തിലാണോ? ദൈവം പ്രസാദിക്കുന്നില്ല. ഹല്ലേലൂയ. പണ്ടൊരു ചൊല്ലുണ്ട്, സന്ധ്യ വരെ കലം വെള്ളം കോരിയിട്ട് കലം ഉടയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട്, അല്ലേ? അതുപോലത്തെ പരിപാടി കാണിക്കരുത്. ബോധമുള്ളവരാരും ചെയ്യുന്ന പരിപാടിയല്ല. നീ വിശ്വാസിയാണ്, നിന്റെ ജീവിതത്തിൽ കഷ്ടതയിൽ സഹിഷ്ണുതയോടെ നിൽക്കാൻ നീ പഠിക്കണം. ശൂന്യത വരുമ്പോൾ നിന്നിൽ സഹിഷ്ണുത ഉണ്ടായിരിക്കണം. കഷ്ടതയിൽ പ്രയാസം വരുമ്പോൾ വിശ്വാസത്തിന്റെ വചനം വിളിച്ചു പറയണം. നീ പലപ്പോഴും മൗനമായി തീരുന്നെങ്കിൽ നീ അതിന്റെ നടുവിൽ ദൈവകൃപയിൽ ഒന്ന് ശരണപ്പെടണം. അപ്പോൾ ദൈവകൃപയിൽ ശരണപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമാ കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. വായിച്ച അടുത്തതാ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവിൻ. അടുത്തത് കണ്ടോ? അപ്പോൾ സഹിഷ്ണുതയുള്ളവനെ പ്രാർത്ഥിക്കത്തുള്ളൂ. കഷ്ടത വന്നു കഴിയുമ്പോൾ പ്രാർത്ഥിക്കാതെ സഭായോഗം മുടക്കി അല്ലെങ്കിൽ തന്റെ ബോധിച്ച വഴിയിലൂടെ ജീവിക്കുന്നവരുണ്ട്. എന്താണ് പ്രയാസം? അവന്റെ കഷ്ടത ആദ്യം തീരട്ടെ എന്നിട്ട് പ്രാർത്ഥിക്കാം. ചിലര് സ്തോത്രം സഭയിൽ വരുവാനായിട്ട് താല്പര്യപ്പെടാതെ ചോദിച്ചാൽ പറയും കയ്യിൽ പൈസയില്ല പാസ്റ്ററെ. അപ്പൊ ചോദിക്കുന്നു, അപ്പൊ നിങ്ങൾ വീട്ടിൽ കഞ്ഞി വെക്കാറുണ്ടോ? ഉണ്ട്. അവിടെ യാത്രയാണ്? ഉണ്ട്. ഇതെല്ലാം ചെയ്യാറുണ്ട്. സഭയിൽ വരാൻ മാത്രമാണ് കാശില്ലാത്തത്. അതെന്തുകൊണ്ടാ? കഷ്ടത വന്നു കഴിയുമ്പോ സഹിഷ്ണുത ജീവിതത്തിലില്ല. അതുകൊണ്ട് എന്ത് വേണ്ടു? ദൈവത്തെ വേണ്ടെന്ന് വെക്കാം. അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ഇതൊക്കെ ദൈവനാമത്തിന് ഉതകുന്നതല്ലെന്ന് മനസ്സിലാക്കണം. രക്ഷിക്കപ്പെട്ട് സമുദായങ്ങളിൽ നിന്നും പഴയ വഴികളിൽ വിട്ട് രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ചു വന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവന്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സ്വർഗ രാജ്യമായിരിക്കണം. മനസ്സിലായോ? സ്വർഗ രാജ്യത്തിൽ ചെന്നാണ് വിശ്രമിക്കേണ്ടത്. അതുവരെ നീ കഷ്ടത്തിൽ നീ സഹിഷ്ണുത കാണിക്കണം. അടുത്തിരിക്കുന്നവരെ നോക്കരുത്, ദൈവദാസന്മാരെ നോക്കരുത്, കുടുംബാംഗങ്ങളെ നോക്കരുത്, കൂട്ടുകാരെ നോക്കരുത്. നിന്നെ വിളിച്ചവനും നിന്നെ നിർമ്മിച്ചവനുമാകുന്ന കഷ്ടത സഹിച്ചവനാകുന്ന ക്രിസ്തുവിനെ മാത്രം നോക്കണം. ഹല്ലേലൂയ. കർത്താവിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയരുമ്പോൾ നമ്മുടെ ഭാരങ്ങളൊന്നും തന്നെ നമ്മളെ ബാധിക്കത്തില്ല. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും എന്താ സംഭവിക്കുന്നത്? നമ്മൾ കൂടപ്പുറപ്പുകളിലേക്ക് നോക്കും, കൂട്ടുകാരിലേക്ക് നോക്കും. കഷ്ടത വന്നു കഴിയുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകുമ്പോൾ മറ്റുള്ളവരെ നമ്മൾ ശരണപ്പെടും. പക്ഷെ നമ്മൾ തളർന്നു പോകും. എന്തുകൊണ്ടാണ്? നിന്റെ കഷ്ടതയിൽ നിന്നോടുകൂടെ ഇറങ്ങി വരുവാൻ ഒരു ദൈവമുണ്ട്. കഷ്ടതയിലും പ്രയാസത്തിലും ആകുമ്പോഴാകട്ടോ കർത്താവ് നിന്റെ അടുക്കിലേക്ക് വരാൻ കൂടുതൽ ആഗ്രഹിക്കുന്ന. പക്ഷെ അപ്പോൾ എന്ത് സംഭവിക്കും? ചിലർ പ്രാർത്ഥനാ ജീവിതം അവിടെ അവസാനിപ്പിക്കും, ദൈവത്തെ ആരാധിക്കാതെ ഇരിക്കും. ഹല്ലേലൂയ. ചില സഭകളിൽ, ഞാനൊരു സഭയ്ക്കകത്ത് ഒരിക്കൽ പോയപ്പോൾ ഒരു പ്രായമായ ഒരു അമ്മച്ചി, ഒരു സ്ത്രീ പ്രാർത്ഥിക്കാതെ ആരാധിക്കാതെ ഇങ്ങനെ ഇരിക്കുക. നോക്കിയപ്പോ അവരിങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ ഒന്ന് വളഞ്ഞ് അല്ലെങ്കിൽ ഒന്ന് കുമ്പിട്ട് ഇങ്ങനെ കണ്ണും തുറന്ന് ഇങ്ങനെ ഒരിടത്തേക്ക് നോക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക, കുറെ നേരം ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒന്ന് ആരാധിച്ചുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചു, എന്താ ആരാധിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത് ചോദിച്ചിട്ട് മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ പിന്നീട് ചോദിച്ചപ്പോഴാണ് വേറൊരു സഹോദരനോട് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ആ മാതാവിന്റെ മക്കളുടെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. വിവാഹപ്രായം എത്തി നിൽക്കുന്നവരുണ്ട്, വിവാഹം നടന്നിട്ടില്ല. ജോലി കിട്ടാതിരിക്കുന്നവരുണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആരാധനയോ ദൈവത്തെ ആരാധിക്കാനൊന്നും കഴിയാത്ത നിലവാരത്തിൽ അവർ മൗനമായി കിടക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ അതുകൊണ്ട് അവരൊന്ന് മാറ്റം വരാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ എന്നോട് പറഞ്ഞ സഹോദരൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ, അവരങ്ങനെ ഇരിക്കുക, കുറെ നാളായി അങ്ങനെ ഇരിക്കുന്ന, ഒന്നും പറയില്ല, പാട്ട് പാടില്ല, ആരാധിക്കില്ല. ആരാധന തുടങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കും. ചോദിച്ചപ്പോ അവരൊരു പാസ്റ്ററുടെ ഭാര്യയായിരുന്നു. എന്ത് ഭീകരമാണെന്ന് ചിന്തിച്ചപ്പോൾ ദൈവദാസന് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. പിന്നീട് ആ ദൈവദാസി ഒരു വിധത്തിലും ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ആ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അല്പം അവിടെ നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചു. കർത്താവെ, സ്ഥിതിഗതികൾക്ക് ഒരു മാറ്റം വരുവാനായിട്ട് പ്രാർത്ഥിച്ചു. എന്നാൽ നാളെ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അവരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവരുടെ സാമ്പത്തികമായ അവസ്ഥകൾക്ക് മാറ്റം വന്നു. അവരുടെ വീടിന്റെ പണികളെല്ലാം പൂർത്തീകരിച്ചു, ഒരു പുതിയൊരു വാഹനമായി മേടിച്ചു. അപ്പോൾ അവരുടെ സാഹചര്യങ്ങളെല്ലാം മാറി.
പക്ഷെ എന്റെ ഒരു തിരിച്ചൊരു ചോദ്യം, നീ കഷ്ടതയിലായിരുന്നപ്പോൾ നിന്നിൽ സഹിഷ്ണുത ഉണ്ടായിരുന്നോ? ഹല്ലേലൂയ. കഷ്ടത മാറി, നല്ല ഭവനം കിട്ടി, മക്കളുടെ കാര്യങ്ങൾ തീരുമാനമായി, സാമ്പത്തികം വന്നു, ഇപ്പോൾ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു എന്ന് പാട്ട് പാടാൻ നേരത്ത് രണ്ട് കൈ സ്വർഗത്തോളം പൊങ്ങിയിരിക്കും. ആ കയ്യിൽ ഒരു ആത്മാർത്ഥതയും ഇല്ല. ആമേൻ. ആ കയ്യിൽ ഒരു ആത്മാർത്ഥതയും ഇല്ല. എന്തുകൊണ്ടാണ് ആത്മാർത്ഥത ഇല്ലാത്തത്? സ്തോത്രം. കർത്താവ് നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതുണ്ട്. നീ രോഗിയായി കിടക്കുമ്പോഴും ഭാരപ്പെടുമ്പോഴും മാത്രമല്ല, നിന്റെ സമൃദ്ധിയിലും കർത്താവ് ഇറങ്ങി വരുവാൻ കർത്താവ് ശക്തനാണ്. പക്ഷെ സഹിഷ്ണുത ഒരിക്കലും സമൃദ്ധിയിലല്ല വെളിപ്പെടുന്നത്. സഹിഷ്ണുത വെളിപ്പെടുത്തേണ്ടത് കഷ്ടതയിലാണ്. വായിച്ച വാക്യം. കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവിൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുവിൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രാർത്ഥന വേണം. അടുത്തത് അവിടെ പറയുന്നത് എന്താണ്? സ്തോത്ര വിശുദ്ധന്മാരുടെ സ്തോത്ര പ്രാർത്ഥനയിൽ ഉറ്റിരിക്കും. അതിഥി സൽക്കാരം ആചരിക്കണം. അടുത്തത് നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുക. കണ്ടോ, ഇവിടെ പറയുന്ന ഒരു കാര്യം, ഈ കഷ്ടത എങ്ങനെയാ വന്നത്? ആരോ ഉപദ്രവിച്ചതായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ആരെങ്കിലും ഇത് ആരാണ് ഉപദ്രവിച്ചത്? പുറത്തുള്ളവരാകാം, അകത്തുള്ളവരാകാം. പക്ഷെ പൗലോസ് ഇവിടെ പറയുന്ന വാക്യം ശ്രദ്ധിക്കണം. അവിടെ പറയുന്നത് നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. കണ്ടോ, ശപിക്കാതെ അനുഗ്രഹിക്കുവിൻ. ആമേൻ. ഒരു കാര്യം പറയാം, കഷ്ടത ജീവിതത്തിൽ വളരെ വർദ്ധിക്കുമ്പോൾ സഹിഷ്ണുത വേണമെന്ന് പൗലോസ് പറഞ്ഞു. അടുത്ത വാക്യം ഇവിടെ പറയുന്നു, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ സ്തോത്രം. അവിടെ പറയുന്നു, സ്തോത്രം, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അല്ലേ? ശപിക്കാതെ അനുഗ്രഹിക്കും. നമ്മളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുവാനാണ് ദൈവത്തിന്റെ കൃപ നമ്മളിൽ വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെ വളരെ ക്ലേശിപ്പിക്കുന്നവരുണ്ട്, വല്ലാതെ വിമർശിക്കുന്നവരുണ്ട്, കുറ്റപ്പെടുത്തുന്നവരുണ്ട്. ചിലരുടെ കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും വ്യാഖ്യാനങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ വളരെ അതിശയപ്പെട്ടു. നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ എന്താന്ന് പോലും അറിയാത്തവരെ നമ്മളെ കുറിച്ച് മറുപടി പറയുന്നത്. നമ്മുടെ സാഹചര്യം എന്താണെന്നോ, നമ്മൾ ഏത് അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നതെന്നൊന്നും അറിയാൻ മേലാത്തവരായിരിക്കും നമ്മളെ കുറിച്ച് ഘോരം വിമർശിക്കുന്നത്. അത് കേൾക്കുമ്പോൾ, അല്ലെ മറ്റുള്ളവർ സ്തോത്രം ഇന്ന വ്യക്തി നിങ്ങളെ കുറിച്ച് ഇങ്ങനെയാ പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്ന് നമ്മളുടെ ചെവിയിൽ കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കോപത്തിനും ശാഠ്യത്തിനും മത്സരബുദ്ധിക്കൊക്കെ വഴിതിരിയുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഇവിടെ പറഞ്ഞ വാക്യം എത്ര ശ്രദ്ധേയമാണ്. അവിടെ വായിക്കുന്നത്, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. കണ്ടോ, ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ പഠിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മളെ ഉപദ്രവിക്കുന്നവരെ നമ്മൾ അനുഗ്രഹിക്കണം. പറ്റുമോ? നമ്മളെ ഉപദ്രവിക്കുന്നവരെ നമ്മൾ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ദൈവത്തിന് മോദപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. നമ്മെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുകയാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശപിക്കുകയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചിലർക്ക് മറ്റൊരുവനെ എങ്ങനെയും ദുർവ്യാഖ്യാനം ചെയ്യുവാനായിട്ട് ഒരു മടിയില്ലാത്തവരുണ്ട്. ഒരിക്കലും ഹല്ലേലൂയ മടിയില്ലാതെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ വചനം പറയുന്നത്, അവർക്ക് വേണ്ടി അവരെ അനുഗ്രഹിച്ച് ഹല്ലേലൂയ നമ്മളത് പ്രാർത്ഥിക്കണം. കർത്താവേ, അവർക്ക് അനുഗ്രഹ വിഷയമായി തീരണം. കർത്താവേ, നിന്റെ കരം കർത്താവിടെ ഇടപെടുമാറാകണം. കർത്താവേ, ഹല്ലേലൂയ, അവരുടെ ആവശ്യങ്ങളിൽ നീ കരുണ ചെയ്യുമാറാകണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. അനേക പെന്തക്കോസ്തുകാർ പരാജയപ്പെട്ട് കിടക്കുന്ന മേഖലയാണത്. ഹല്ലേലൂയ. നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് അനുഗ്രഹിക്കുവിൻ, ശപിക്കാതെ അനുഗ്രഹിക്കുവിൻ. അല്ലെ? അനുഗ്രഹിക്കും, അത് കഴിഞ്ഞ് ശപിക്കാതെ അനുഗ്രഹിക്കുമെന്ന് ചോദിക്കുമ്പോഴാണ് വിഷയം. വീണ്ടും കൺട്രോൾ പോകുമ്പോൾ വായിൽ നിന്ന് ഓരോന്ന് ചാടി വരും. അല്ലേ? വീണ്ടും പലതും ഓർക്കുമ്പോൾ ചിലർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചിലത് ഓർക്കുമ്പോൾ പെട്ടെന്ന് കൺട്രോൾ പോകും. ഹല്ലേലൂയ.
അങ്ങനെ ചിലരുണ്ട്. ഹല്ലേലൂയ. പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ കൺട്രോൾ പോയിട്ട് ഒരു വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയുന്നവരുണ്ട്. ആമേൻ. സഹിഷ്ണുത ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മൾ സേവിക്കുന്ന കർത്താവേ നമുക്ക് വേണ്ടി ഇറങ്ങി വന്നില്ലേ? കർത്താവ് എന്താ ചെയ്തത്? ഒരുത്തൻ പോലും ന്യായവും നീതിയും ഗണിക്കുകയും ചെയ്യുന്നവനില്ലായിരുന്നു ഈ ഭൂമിയിൽ. അവരുടെ ഇടയിലാണ് ദൈവപുത്രൻ വന്നതും അവർക്ക് വേണ്ടി ക്രൂശ് സഹിച്ചതും. എന്തിന്? പിതാവിന്റെ വലതുഭാഗത്തേക്ക് കയറിപ്പോയിട്ട് എനിക്ക് കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ തീർന്നു കാര്യം. പക്ഷെ പുത്രൻ അത് ചെയ്തോ? ഇല്ല. നമുക്ക് വെച്ചിരിക്കുന്ന മാതൃക എന്താണ്? കർത്താവ് യേശു ക്രിസ്തു കാൽവറിയിൽ കിടന്നപ്പോൾ പറഞ്ഞത്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല, കർത്താവേ ഇവരോട് ക്ഷമിക്കണമേ. നമുക്ക് പറ്റൂ ഇത് പറയാൻ. ഇത് പറയാൻ പഠിക്കുന്നവൻ, ഇത് പറയുകയും ജീവിതത്തിന്റെ ഭാഗമാക്കുന്നവനാണ് വിശുദ്ധൻ. ഹല്ലേലൂയ. അന്യഭാഷ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി കാര്യം വരുമ്പോൾ പ്രാകുന്നവനല്ല. മനസ്സിലാകുന്നുണ്ടോ? പലർക്കും ജീവിതത്തിൽ ഒരു ഈ തരത്തിലുള്ള ഒരു അവസ്ഥ പോകുന്നത് സ്തോത്രം നമുക്ക് പലർക്കും ഗ്രഹിക്കാൻ കഴിയത്തില്ലാത്തതുകൊണ്ടാണ്. കയ്യിലിരിപ്പ് വളരെ മോശമായിരിക്കും, പക്ഷെ നീ അവനെ ശപിക്കാതെ അനുഗ്രഹിച്ചോണം. ഹല്ലേലൂയ. നമുക്കൊരു ഭാഗം എടുക്കാം, നമുക്കിവിടെ മടങ്ങി വരണം. നമുക്ക് ദാനിയേൽ പ്രവചനം നമുക്ക് വളരെ സുപരിതമായ ഒരു ഭാഗമാണ്. അതിൻ്റെ 4-ാം അധ്യായം. വെളിപ്പാട് പുസ്തകവും ദാനിയേൽ പ്രവചനവും കൂടെ ലിങ്ക് ചെയ്ത് മെർജ് ചെയ്ത് വേണം പഠിക്കുവാനായിട്ട്. രണ്ട് പുസ്തകങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ സ്തോത്രം ഒന്ന് തന്നെയാണ്. സ്തോത്രം അതിന്റെ 2 വീക്ഷണത്തിലൂടെയാണ് പോകുന്നത്. എന്നാൽ നമ്മളിവിടെ ശ്രദ്ധിക്കണം. നമ്മൾ വായിച്ചതുപോലെ നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, ശപിക്കാതെ അനുഗ്രഹിക്കുവിൻ, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? ഇവിടെ നമ്മൾ ഒരു സംഭവം എന്റെ ഹൃദയത്തിൽ എന്നെ സ്തോത്രം സ്പർശിച്ച ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുവാൻ പോകുന്നത്. ദാനിയേൽ പ്രവചനം നമ്മൾ വായിക്കുവാൻ എടുത്തിരിക്കുന്നതിന്റെ 4-ാം അധ്യായം. 4-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ സ്തോത്രം ഈ പുസ്തകത്തിന്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ യെരൂശലേം നിരോധിച്ച് നെബൂഖദ്നേസർ സ്തോത്രം യഹൂദന്മാരെ പിടിച്ചടക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അതിൽ ഏറ്റവും ശ്രേഷ്ഠരായിരിക്കുന്ന വ്യക്തികളെയും കഴിവിലും പ്രാപ്തിയിലും എല്ലാം നല്ല നൈപുണ്യം കൈവരിച്ചവരുമാകുന്നവരെ അവർ ഏറ്റവും ശ്രേഷ്ഠ പദവികളിലേക്ക് സ്തോത്രം എങ്ങോട്ട് കൊണ്ടുപോയി? ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് പെട്ടൊരു വ്യക്തിയായിരുന്നു ഇതുപോലെ ദാനിയേൽ എന്ന പ്രവാചകനും. അപ്പോൾ ഈ ദാനിയേലിനെ ഈ നെബൂഖദ്നേസറിന്റെ കീഴിൽ കൊണ്ടുചെല്ലുമ്പോൾ ആ വ്യക്തിയിൽ വലിയ ദൈവത്തിന്റെ വലിയ കൃപയുണ്ടായിരുന്നു. സ്തോത്രം ദൈവത്തിന്റെ സാന്നിധ്യം ആ വ്യക്തിയോട് കൂടെ ഉണ്ടായിരുന്നു. മനസ്സിലാക്കണം, നേതൃത്വം പാപം ചെയ്ത് സ്തോത്രം തന്റെ കീഴിലുള്ള ജനം, ദാനിയേൽ ഉൾപ്പെടെയുള്ള ജനം പ്രവാസത്തിലേക്ക് പോകുമ്പോഴും ദൈവകൃപയുള്ളവനെ പ്രവാസമാണെന്ന് കണ്ട് കൈവിടുന്നവനല്ല നമ്മുടെ ദൈവം. അതൊരു ദൂത ഇതിന്റെ അകത്ത് മനസ്സിലാക്കണം. സ്തോത്രം രാജാക്കന്മാർ പാപം ചെയ്ത് ജനത്തെ വഴിപിഴപ്പിച്ച് സ്തോത്രം വിഗ്രഹാരാധനയിലേക്കും ദുർമാർഗങ്ങളിലേക്കും ജനത്തെ തിരിച്ചപ്പോൾ ദൈവ കോപം വെളിപ്പെട്ടു. പക്ഷെ ഈ പ്രവാസത്തിന്റെ പൂർണ്ണതയുടെ തലത്തിലേക്ക് വന്നപ്പോൾ, പ്രവാസത്തിലേക്ക് പോകേണ്ട സമയം വന്നപ്പോൾ സ്തോത്രം ബന്ധിക്കപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിൽ ഒരു ശദ്രക്കും മേശക്കും അഭേദനവും അതുപോലെ ഒരു ദാനിയേൽ ഇങ്ങനെ 4 പേരെ സ്തോത്രം അവിടെ സ്വർഗമോട് ഒരുക്കുകയാണ് ചെയ്തത്. അവർ നിഷ്കളങ്കരാണ്, ദൈവകൃപയിൽ ഇരിക്കുന്നവരാണ്, അവർ പത്തി ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. അവരെ പ്രവാസത്തിലേക്ക് വിടേണ്ടതുണ്ടോ ദൈവമേ നമ്മൾ സ്വർഗത്തോട് ചോദിച്ചാൽ പറയും, ബാബിലോണിന്റെ നടുവിൽ ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഈ എബ്രായ ബാലന്മാർ ബാബിലോണിൽ ചെന്നേ കഴിയത്തുള്ളൂ. മനസ്സിലാക്കണം, നേതൃത്വം തെറ്റിപ്പോയെന്ന് വെച്ച് ദൈവകൃപയുള്ളവനെ തള്ളിക്കളയുന്നില്ല. തിരുവെഴുത്ത് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്തോത്രം അതിന്റെ 4-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന ചില വാക്യങ്ങളെ നമുക്ക് ഇന്ന് പകൽ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ നെബൂഖദ്നേസറിനെ സ്തോത്രം ഒരു സ്വപ്നം താൻ കാണുവാൻ ഇടയായി തീർന്നു. നമ്മൾ ഇതിന്റെ ഈ പുസ്തകത്തെ നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവജനം ഒരു പ്രവാസ ലോകത്ത് ചെന്നു കഴിയുമ്പോൾ, പ്രവാസത്തിലേക്ക് ചെന്നു കഴിയുമ്പോൾ തന്നെ പ്രവാസിയായി ഭരിക്കുന്ന രാജ്യത്തിന്റെയും രാജാക്കന്മാരുടെ മീതെ ദൈവം വാഴുന്നുണ്ട്. ഹല്ലേലൂയ. അല്ലാതെ കീഴടക്കപ്പെട്ട ജനനിമിത്തം മാറിപ്പോകുന്ന ഒരു ദൈവമല്ല ഇത്. നിന്നെ ഭരിക്കുകയും നിന്നെ വാഴുകയും ചെയ്യുന്ന ഒരു ശക്തി ഉണ്ടെന്ന് നിന്റെ മേൽ എത്ര ആധിപത്യം എടുത്താലും നിന്റെ ദൈവം നിന്റെ ശത്രുക്കൾക്ക് മുമ്പാകെ മേശ ഒരുക്കുക തന്നെ ചെയ്യും.
മനസ്സിലാകുന്നുണ്ടോ? അതിനൊരു മാറ്റവും ഇല്ല. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ നെബൂഖദ്നേസർ താനൊരു വലിയ ഒരു സ്വപ്നം ഹല്ലേലൂയ അവിടെ കാണുവാൻ ഇടയായി തീർന്നു. ആ സ്വപ്നം നെബൂഖദ്നേസർ കണ്ടു കഴിഞ്ഞപ്പോൾ തനിക്ക് വലിയ ഭാരമുണ്ടായി. തന്റെ മുമ്പിൽ ചോദ്യങ്ങൾ അനവധി എഴുന്നേറ്റു. താൻ കണ്ട കാഴ്ചയെ കുറിച്ച് മറുപടി ഇല്ലാതായി. അങ്ങനെ നെബൂഖദ്നേസർ വലഞ്ഞും കുഴഞ്ഞു വിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു അഭിഷിക്തന്റെ രംഗപ്രവേശനമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പ്രവാസത്തിൽ ചങ്ങലയ്ക്ക് വിധേയപ്പെട്ട് ചെല്ലേണ്ടി വന്ന ഒരു പ്രവാസിയായി തീർന്നവനെ ദൈവകരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന വിധത്തെ നമ്മളൊന്ന് കാണുവാൻ സാധിക്കും. നീയും ഞാനും ഇതുപോലെ സ്വന്തം മറ്റു പലർക്കും കീഴ്പ്പെടുന്ന അനുഭവത്തിൽ ചെല്ലുമ്പോഴും നിന്നെയും എന്നെയും വാഴുവാൻ ലോകത്തിൽ നിയമിച്ചു വെച്ചിരിക്കുന്ന ശക്തികളുടെ മീതെ സിംഹാസനം വെച്ചിരിക്കുന്നവനുണ്ടെന്ന് നമ്മളെ വെച്ചാണ് സ്വർഗം തെളിയിക്കുന്നത്. അതുകൊണ്ട് നമ്മെ ആവശ്യമുണ്ട് ദൈവത്തിന്. നമ്മെ വാഴുന്നവൻ സിംഹാസനത്തിൽ ഇരുന്നാലും അവൻ അവിടെ ഇരിക്കും. അവന്റെ പള്ളി സറയിൽ അവന്റെ കാണുന്ന ദർശനത്തിൽ വിഭ്രമം അവന്റെ മേൽ വെളിപ്പെടുവാനിടയായി തീരും. കാരണം അവന്റെ കയ്യിൽ ഇരിക്കുന്നത് സ്വന്തം ഞാനും നീയുമാണെന്ന് ഓർത്തോണം. എന്നാൽ അവന്റെ കയ്യിൽ ഇരിക്കുന്നത് നെബൂഖദ്നേസറിന് സ്വന്തമല്ല, സ്വർഗത്തിലെ ദൈവത്തിന് സ്വന്തമാണ്. അവൻ വായിച്ചേ 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 1 വായിച്ചാട്ടെ. ഹല്ലേലൂയ. സ്വതം നെബൂഖദ്നേസർ രാജാവ് സർവ്വഭൂമിയിലും പാർക്കുന്ന സകല വംശങ്ങൾക്കും ജാതികൾക്കും ഭാഷക്കാർക്കും എഴുതുന്നത് നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ. അത്യുന്നതനായ ദൈവം എന്നിൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നന്നെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു. അവന്റെ അടയാളങ്ങൾ എത്ര വലിയവ, അവന്റെ അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമായവ. അവന്റെ രാജ്യത്വം എന്നേക്കുമുള്ളത്, ദൈവവും അവന്റെ ആധിപത്യം തലമുറയായുള്ളതും ആകുന്നു. നെബൂഖദ്നേസർ എന്ന ഞാൻ എന്റെ അരമനയിൽ സ്വൈരമായും എന്റെ രാജധാനിയിൽ സുഖമായും വസിച്ചിരിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. അതു നിമിത്തം ഭയപ്പെട്ട് കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ നിരൂപണങ്ങളാലും ദർശനങ്ങളാലും വ്യാകുലപ്പെട്ടു. സ്വപ്നത്തിന്റെ അർത്ഥം അറിയിക്കേണ്ടതിന് ബാബേലിലെ സകല വിദ്വാൻമാരെയും എന്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ ഞാൻ കൽപ്പിച്ചു. അങ്ങനെ മന്ത്രവാദികളും ആഭിചാരകന്മാരും കൽദയരും ശകുനവാദികളും അകത്തു വന്നു. ഞാൻ സ്വപ്നം അവരോട് വിവരിച്ചു പറഞ്ഞു. അവർ അർത്ഥം അറിയിച്ചില്ലതാനും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ദർശനം ദൈവത്തിൽ നിന്നുള്ളതാണ്. ദൈവത്തിൽ നിന്നുള്ളത് ദൈവാത്മാവുള്ളവർക്ക് മാത്രമേ വ്യാഖ്യാനിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ സ്വത്രം മന്ത്രവാദികളുണ്ട്, ശകുനവാദികളുണ്ട്, കൽദയ വിദ്യകൾ അറിയുന്നവരുണ്ട്, അല്ലേ? മന്ത്രവാദികള് ഇവരെല്ലാം വന്ന് നോക്കി, അവർക്ക് കഴിയത്തില്ല. ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ ഈ ലിസ്റ്റിൽപ്പെട്ട ഒരുവന്റെയും പണി ഫലിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഈ പറയുന്ന ഒരു ടീമും ദൈവനാമത്തിന് മുമ്പിൽ ജയിക്കുകയില്ല. കാര്യം കർത്താവാണ് ഇത് ആരംഭിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ വായിച്ചേ. ഒടുവിൽ എന്റെ ദേവന്റെ നാമധേയ പ്രകാരം ബേൽശസ്സർ എന്നു പേരുള്ളവരും വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവരും. കണ്ടോ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നെബൂഖദ്നേസർ തന്നെ സ്തോത്രം അവിടെ ദാനിയേലിന് പേരിട്ടു, ബേൽശസ്സർ, അല്ലേ? ദാനിയേൽ എന്ന് വിളിക്കുന്നതിലും നല്ലത് ബേൽശസ്സർ. മനസ്സിലാക്കണം, നിന്റെ പേര് മാറ്റി എഴുതിയാൽ നീ ആരാണെന്ന് ദൈവം മറക്കുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മെ സ്തോത്രം നമ്മുടെ ഐഡന്റിറ്റി മാറ്റുവാൻ പിശാച് എന്തൊക്കെ ചെയ്താലും നമ്മളിലെ അഭിഷേകം സ്വർഗത്തിൽ നിന്നുള്ളതാണോ പിന്നെ പിടിച്ചടക്കുവാൻ കഴിയത്തില്ല. അത് ദൈവത്തിന്റെ വലിയൊരു പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ നെബൂഖദ്നേസർ വരികയാണ്. കാര്യം എന്നാണെന്നറിയാവോ? ഈ മുമ്പിൽ ഇവന്റെ ലിസ്റ്റിന്റെ പ്രകാരം മന്ത്രവാദികളും ആഭിചാരികളും കൽദയ വിദ്യരും എല്ലാം ഇരിപ്പുണ്ട്. ലിസ്റ്റ് പ്രകാരം ഒത്തിരി അച്ചായന്മാര്, അവരുടെ ഒന്നും പേര് അവിടെ കിടക്കുകയുള്ളൂ. അഭിഷേകമുള്ള നിന്റെ അടുക്കലായിരിക്കും ചോദ്യവുമായിട്ട് വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അത് ദൈവത്തിന്റെ പ്രവൃത്തിയാ. അഭിഷേകമുള്ളവന്റെ മുമ്പിൽ തന്നിലെ അഭിഷേകം വെളിപ്പെടുത്തേണ്ടതിന് തന്റെ ദേവന്റെ പേര് പറഞ്ഞ് വിളിച്ചാലും ശരി നടക്കത്തില്ല.
ദൈവത്തിന്റെ അഭിഷേകമാണോ പകരപ്പെട്ടത്? സ്തോത്രം. നിന്റെ പള്ളിയറയിൽ നീ കാണുന്ന ദർശനത്തിന് മറുപടിയില്ലാതെ ഓടേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ഒടുവിൽ എന്റെ ദേവന്റെ നാമധേയ പ്രകാരം ബേൽശസ്സർ എന്നു പേരുള്ളവനും വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവനുമായ ദാനിയേൽ എന്റെ മുൻപിൽ വന്നു. അവനോട് ഞാൻ സ്വപ്നം വിവരിച്ചത് എന്തെന്നാൽ, കണ്ടോ, ദാനിയേൽ അവന്റെ മുമ്പിൽ വന്നു. മന്ത്രവാദി ശ്രേഷ്ഠനായ ബേൽശസ്സരെ, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിൽ ഉണ്ടെന്നും ഒരു രഹസ്യവും നിനക്ക് വിഷമമല്ലെന്നും ഞാൻ അറിയുന്നത് കൊണ്ട് ഞാൻ കണ്ട സ്വപ്നത്തിന്റെ താല്പര്യവും അർത്ഥവും പറയുക. ഇടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ദർശനമാണിത്. ഭൂമിയുടെ നടുവിൽ ഞാൻ ഒരു വൃക്ഷം കണ്ടു. അത് ഏറ്റവും ഉയരമുള്ളതായിരുന്നു. ആ വൃക്ഷം വളർന്നു ബലപ്പെട്ടു. അത് ആകാശത്തോളം ഉയരമുള്ളതും സർവഭൂമിയുടെയും അറ്റത്തോളം കാണാവുന്നതും ആയിരുന്നു. അതിന്റെ ഇല ഭംഗിയുള്ളതും ഫലം അനവധിയുമായിരുന്നു. എല്ലാവർക്കും അതിൽ ആഹാരം ഉണ്ടായിരുന്നു. കാട്ടുമൃഗങ്ങൾ അതിന്റെ കീഴെ തണലിളച്ചു വന്നു. ആകാശത്തിലെ പക്ഷികൾ അതിന്റെ കൊമ്പുകളിൽ വസിച്ചു. സകല ജഡവും അതുകൊണ്ട് ഉപജീവനം കഴിച്ചു പോകുന്നു. കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ദർശനത്തിൽ ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് വൃക്ഷം വെട്ടിയിട്ട് അതിന്റെ കൊമ്പ് മുറിച്ച് ഇല കുടഞ്ഞ് കണ്ടോ. ഈ ദർശനം കണ്ട നെബൂഖദ്നേസറിന്റെ ഉള്ളിൽ പരവേശം കയറിയത് ആദ്യം ആ ദർശനത്തിൽ ആ വൃക്ഷത്തിന്റെ മഹത്വവും ഭംഗിയും ഉയർച്ചയും അതിനെ ആശ്രയിച്ചു വന്ന മൃഗങ്ങളും അതിൽ തണൽ ഇളച്ച് കിടക്കുന്ന മൃഗങ്ങളുടെ അവസ്ഥകളെല്ലാം കണ്ട് ആശ്വാസത്തോടെ കണ്ട കാഴ്ചയ്ക്ക് ശേഷം അതിന് കടകവിരുദ്ധമായ ഒരു കാഴ്ച കാണിക്കുകയാണ് ദൈവത്തിന്റെ പ്രോഗ്രാം. എപ്പോഴും ആശ്വാസത്തോടെ ഇരുന്ന് എല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചും രുചിച്ചും മണത്തുമായിട്ട് നീ ദൈവത്തെ അറിയാതെ ഇരിക്കുമ്പോൾ നീ നിന്റെ കാഴ്ചയ്ക്ക് മുമ്പിൽ ഇതുവരെ സംഭവിക്കാത്തൊരു കാഴ്ച കാണുവാനായിട്ട് ദൈവം ഇടവരുത്തും. മനസ്സിലാക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കണം. നിന്നെ ഉപദ്രവിക്കുന്നവരെ നീ അനുഗ്രഹിക്കും, ശപിക്കാതെ അനുഗ്രഹിക്കണം. വായിച്ചോ അടുത്ത വാക്യം. അതിന്റെ തായ്വേരോ വയലിലെ ഇളംപുല്ലിൽ ഇരുമ്പും താമ്രവും കൊണ്ടുള്ള ബന്ധനത്തോടെ വെച്ചേക്കുവിൻ. അവൻ ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയട്ടെ. അവന് മൃഗങ്ങളോട് കൂടെ നിരത്തെ പുല്ല് ഉപജീവനമായിരിക്കട്ടെ. അവന്റെ മാനുഷിക സ്വഭാവം മാറി മൃഗസ്വഭാവമായി തീരട്ടെ. കണ്ട, ഇവിടെ ഈ ദർശനത്തിൽ കാണിച്ച കാര്യം ഇത് നെബൂഖദ്നേസറിനെ കുറിച്ച് തന്നെയുള്ളതാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ നെബൂഖദ്നേസർ എന്ന വ്യക്തിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമാക്കി കൊടുക്കുകയാണ്. ഈ പറയപ്പെട്ട വിഷയങ്ങൾ മന്ത്രവാദികൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നില്ല, ആഭിചാരകർക്ക് വ്യാഖ്യാനിക്കാൻ കഴിയത്തില്ല, ശകുനവാദികൾക്കും കൽദയ വിദ്യയുള്ളവർക്കും അവർക്ക് ആർക്കും കഴിയാത്തതാണെന്ന് ഓർക്കണം. ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാ ദിവസമുള്ള സ്വന്തം ദാനിയേലിനെ കൊണ്ട് ദൈവം വ്യാഖ്യാനിപ്പിക്കുവാൻ പോകുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിന്റെ മർമ്മങ്ങളെ സ്വർഗം ദാനിയേലിന്റെ ഹൃദയത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കണം, തള്ളപ്പെട്ട് കിടക്കുന്ന നാമങ്ങളുടെ നടുവില് ദൈവത്തിന്റെ അതിവാസമുള്ള സ്വന്തം വളരെ വ്യക്തിയുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തുന്ന ദൈവ ശബ്ദം മറഞ്ഞു കിടക്കുന്ന മർമ്മങ്ങളെ രാജ്യങ്ങളുടെ നടുവിൽ വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായിത്തീരും. ആമേൻ. വായിച്ചാട്ടെ. അവന്റെ മാനുഷിക സ്വഭാവം മാറി സ്വഭാവമായി തീരട്ടെ. അങ്ങനെ അവനെ 7 കാലം കഴിയട്ടെ. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴുകയും ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ ഈ ഭാഗം സ്തോത്രം ഇവിടെ ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ പറയുന്ന ആ വചനങ്ങൾ ശ്രദ്ധിച്ചോ. അത്യുന്നതനായവൻ മനുഷ്യരുടെ
രാജ്യത്വത്തിന്മേൽ വാഴുകയും കണ്ടോ, ഇത് ആർക്ക്? ദൈവത്തിന് ബോധിച്ചവർക്കാണ് ദൈവം കൊടുക്കുന്നത്. ഭൂമിയുടെ ആധിപത്യങ്ങൾ ദൈവത്തിന് ബോധിച്ചവരുടെ കയ്യിൽ കിട്ടും. ഹല്ലേലൂയ. പിന്നെ അവരുടെ കയ്യിൽ അത് ഇരിക്കുമ്പോൾ അവർ സകലത്തിനും മീതെ ഉന്നതമാകുവോ? ഇല്ല. അവന്റെ ആരവന്റെ കയ്യിൽ കൊടുത്തോ, കൊടുത്തവന്റെ സിംഹാസനം അവന്റെ മുതുകത്തിരിക്കും. അവന്റെ തോളിലിരിക്കുന്ന ആധിപത്യം എന്താണെന്നറിയോ? ദൈവത്തിന്റെ സിംഹാസനം അവന്റെ തോളിലിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ സിംഹാസനമാണ് അവനെ ഭരിക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ട്, ഇത് എന്റെയാ, ഞാൻ ഉണ്ടാക്കിയതാ, എന്റെ കാശ് കൊണ്ടാ, എന്റെ അധികാരം കൊണ്ടാ, ഇങ്ങനെ പറയുന്നവരൊക്കെ സൂക്ഷിച്ചോണം. ഇങ്ങനെ ഒരു സിംഹാസനം എപ്പോഴാണ് നിന്റെ ശയന ഗ്രഹത്തിൽ കയറി വരുന്നെന്ന് നോക്കിയിരിക്കേണ്ടതായിട്ട് വരും. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ ആണോ എന്റെ ആണോ എന്ന് കാണിച്ചു തരുന്ന ദൈവമുണ്ട് നമുക്ക്. ഹല്ലേലൂയ. പലരും സ്വതന്ത്രം അഹങ്കരിക്കുന്നത് ഇവിടെയാണ്. എന്റെ, ഞാൻ അധ്വാനിച്ചത്, ഞാൻ സൃഷ്ടിച്ചത്, എന്റെ കഴിവ് കൊണ്ട് നേടിയത്. കർത്താവ് പറയും, അങ്ങനെയാണ് നിന്റെ അടുത്ത ശ്വാസത്തോടു കൂടെ നിന്റെ കർട്ടൻ വീഴുകയാണ്. നിനക്ക് കഴിവുണ്ടെങ്കിൽ നിന്റെ ആയുസ് ഒന്ന് ദീർഘമാക്ക. നിന്റെ ശരീരത്തിൽ നിന്ന് നിന്റെ ആത്മാവ് പുറത്തു വന്ന് നിനക്ക് നിത്യമായ ഇടം നീ കണ്ടെത്ത്. നീ നിന്റെ ശരീരം, നിന്റെ ആത്മാവ് നിന്റെ ഹൃദയത്തിൽ, നിന്റെ ശരീരത്തിൽ ഉളവാകുന്നതിന് മുമ്പേ നിനക്ക് പൂർവകാലത്തിൽ നിന്റെ ഭവനത്തെ നീ ചമയ്ക്ക്. ഇത് വല്ലതും സാധിക്കുമോ? ഇല്ലല്ലോ. മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ശാഠ്യം പിടിക്കുകയും ആധിപത്യം എടുക്കുകയും ചെയ്യുന്ന മേഖലകളെ സൂക്ഷിച്ചോണം. ഒരു സിംഹാസനം വാഴുന്നുണ്ടെന്നുള്ളത് മറന്നുപോകരുത്. വായിച്ചേ. മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴുകയും. കണ്ടോ, മനുഷ്യരിൽ അധമനായവൻ. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാവുന്നുണ്ടോ? സ്വത്രം ശ്രേഷ്ഠന്മാരുണ്ട്, അപ്പൊ അധമന്മാർക്കാ വല്ലതും കിട്ടുന്നതെന്ന്. അപ്പോ നമ്മളൊക്കെ ചോദിക്കും, ഇവന്മാരെയൊക്കെ ആരെയാ ഈ ഉന്നത സ്ഥാനത്ത് കയറ്റി ഇരുത്തിയെന്ന് ചോദിക്കില്ല നമ്മളൊക്കെ. അത് എന്തുകൊണ്ടാ? ഒരു കഴിവില്ലാത്തതുകൊണ്ടാണ് അല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വാക്യം ശ്രദ്ധിക്കോ, ഈ അധമനായവനെയൊക്കെ ഉന്നത സ്ഥാനത്തിൽ എത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് അധമന് അവൻ അവിടെ ചെന്നാൽ അധമനായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും, സ്വർഗത്തിലേക്ക് ഇവനെയൊക്കെ ആരാ കർത്താവ് ഇവിടെ ആക്കിയത്? കർത്താവ് തന്നെ ആക്കിയത് അല്ലേ? ഹല്ലേലൂയ. വായിച്ചേ, ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവർക്ക് കൊടുക്കും. അല്ലേ? നമ്മൾ രാഷ്ട്രീയം ഇലക്ഷനൊക്കെ കഴിഞ്ഞ് അടുത്ത മന്ത്രിമാരും അടുത്ത പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ഭരണത്തിലേക്ക് വരുമ്പോൾ ചോദിക്കും, ഓ ഇവനെയൊക്കെ എന്തിനാണോ ഇവിടെ കയറ്റി ഇരുത്തിയിരിക്കുന്നത്, ആരെ തിന്നാനാന്ന് നമ്മൾ ചോദിക്കും. അത് ദൈവത്താൽ സംഭവിച്ചതാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും നിൽക്കുന്നത് ഇവനൊക്കെ ഭരിച്ചിട്ട് അങ്ങ് എല്ലാം കുട്ടിച്ചോറാക്കാന്ന് പറയും. പക്ഷെ ദൈവത്താലാണ് സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ്? ചിലരെ മാനസാന്തരത്തിലേക്കും ചിലരെ ന്യായത്തിലേക്കും വരുത്തുവാൻ ദൈവത്തിന് ബോധിച്ചവരെ ദൈവം ഏൽപ്പിക്കും. അപ്പൊ ചോദിക്കുന്നത്, അപ്പൊ അങ്ങനെ ബോധിപ്പിച്ചവരെ ഏൽപ്പിച്ച് അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകുമോ? ആൻസർ, കൊണ്ടുപോകത്തില്ല. അതിന് വേറെ റൂട്ടാണ്. സ്വർഗത്തിലേക്ക് പോകാൻ ദൈവപുത്രനിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. പുത്രനാകുന്ന യേശുക്രിസ്തു ശരീരയാഗത്തിൽ ചേരണം. ഇതെല്ലാം ഉപേക്ഷിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. അതിന് വേറെ വഴിയാണ്. അല്ലാതെ ഈ അധമന്റെ വഴിയിൽ അവൻ ചെല്ലില്ല. മനസ്സിലാവുന്നു? വായിച്ചോ. വാഴിക്കുകയും ചെയ്യുന്നു എന്ന് ജീവനോടിരിക്കുന്നവർ. അപ്പൊ അതുകൊണ്ട് ജീവനോടിരിക്കുന്നവർ, ഒന്നും കൂടെ ജീവനോടിരിക്കുന്നവർ. അപ്പം ഈ മനസ്സിലാക്കണം, ഭരണത്തിന്റെ തലത്തിൽ, ഉന്നത തലത്തിൽ ഒരു കഴിവില്ലാത്തവനെ കേറിയിരിക്കുന്നതെന്ന് ആരറിയണം? ആ ജീവനോടെ. അപ്പൊ ഏത് രാജ്യക്കാർ, ആ രാജ്യത്തിലെ എത്ര കോടി ജനമുണ്ട്, അത്രയും പേര് അറിയണം മുകളിലൊരു ദൈവം ഉണ്ടെന്ന്. ഇവൻ എങ്ങനെയാണോ അവിടെ ചെന്നത് ചോദിക്കും, മുകളിലൊരു ദൈവമുണ്ട്. ഞങ്ങളെല്ലാം ഉള്ളം കൊണ്ട് വെറുത്തിട്ടിരിക്കുന്നവരാണ്. ഇവൻ എങ്ങനെ അവിടെ കയറി? ഉയരത്തിലൊരു ദൈവമുണ്ട്. ഇവനൊരു കഴിവില്ലല്ലോ, നോക്കിയിട്ട് ഒരു ഗുണവുമില്ലല്ലോ. ഇവൻ എങ്ങനെയാ സ്ഥാനത്തിരിക്കുന്ന? ഉയരത്തിലൊരു ദൈവമുണ്ട്. അവന് ബോധിച്ചവർക്ക് അവൻ അത് കൊടുക്കും. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയുമാകുന്നു. രാജാവായ ഞാൻ ഈ സ്വപ്നം കണ്ടു. എന്നാൽ
ബേൽശസ്സരേ, കണ്ടോ, ഇവിടെ ശ്രദ്ധിക്കണം, ഇത്രയും കാര്യം ഉയരത്തിലെ ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് ഇപ്പൊ ആർക്ക് കിട്ടി? നെബൂഖദ്നേസർ പറയും. ഇത് ദാനിയേൽ പറയുന്നില്ല, നെബൂഖദ്നേസർ പറയുന്നതാണ്. തന്റെ ദർശനത്തിൽ താൻ കാണുകയും കേൾക്കുകയും തന്നോട് കേട്ട അരുളപ്പാട് എന്താന്ന് ചോദിക്കാൻ വേണ്ടി വന്നു. നോക്കിയപ്പോൾ മന്ത്രവാദികൾ അവരുടെ സകല കഴിവും അറിവും എടുത്തു വെച്ച് നോക്കിയിട്ട് ഇവന്മാർക്ക് ആർക്കും ഇത് എന്നതാ ഉയരത്തിൽ ഇങ്ങനെ ഏക സത്യ ദൈവം ഉണ്ടെന്നുള്ള ഇവർക്ക് പിടികിട്ടുന്നില്ല. മന്ത്രവാദികൾക്ക് പിടികിട്ടത്തില്ല. കാര്യം തിരുവെടുത്ത് പറയുന്ന അവർ നിരൂപിക്കാത്ത സമയത്ത് അവന്റെ മേൽ അനർത്ഥം കൊണ്ടുവരുന്ന ഒരു ദൈവമാ സ്വർഗത്തിലുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? ഒരു ലക്ഷണവും ഒരു അടയാളവും ശാസ്ത്രവും വെച്ചിട്ട് അവന് നേർക്ക് വരുന്ന അനർത്ഥം അവൻ കണ്ടില്ല. ദൈവം ചെയ്യുന്ന അനർത്ഥങ്ങൾ അങ്ങനെയാണ്. ദൈവം ആരോടും അറിയിക്കില്ല, കൊല്ലണോ ദൈവം തീർക്കുള്ളൂ. അവന്റെ ഒരു ലക്ഷണത്തിലോ അവന്റെ ഒരു ദർശനത്തിലോ അത് കിട്ടുകയില്ല. അതാണ് നമ്മുടെ ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. വായിച്ചേ. എന്നാൽ ബേൽശസ്സറേ, എന്റെ രാജ്യത്തിലെ വിദ്വാൻമാർക്ക് ആർക്കും അതിന്റെ അർത്ഥം അറിയിക്കുവാൻ കഴിയായതുകൊണ്ട്. കാരണം എന്നാ? യഹൂദന്മാർ, യഹൂദാഗോത്രത്തിലെ സിംഹവും വേരുമായവൻ സകല മർമ്മങ്ങളെയും സകല മുദ്രകളെയും ഭേദിക്കാൻ ജയമെടുത്തതാണോ? ആ നാമത്തിന് മാത്രമേ ഇതിന്റെ മർമ്മത്തെ വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. വായിച്ചേ. നീ അതിന്റെ അർത്ഥം അറിയിച്ചു തരണം. നീ അതിന്റെ അർത്ഥം അറിയിച്ച് തരണം. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിൽ ഉള്ളത് കൊണ്ട് നീ അതിന് പ്രാപ്തനാവുന്നു. അപ്പോൾ വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് ദാനിയേലിൽ ഉണ്ടെങ്കിൽ ഈ മുമ്പിലത്തെ ലിസ്റ്റ് പ്രകാരം വന്നു നിൽക്കുന്ന ആ മന്ത്രവാദികളുടെ ശരീരത്തിൽ പിന്നെ ഏതാത്മാവാ കയറിയിരിക്കുന്നത്? ആ വിചാരങ്ങളുടെ ശരീരത്തിൽ ഏതാത്മാവ്? അപ്പോൾ ഒരു ആത്മാവ് വേണം. ഹല്ലേലൂയ. ഉയരത്തിലെ സകല സത്യങ്ങളും വെളിപ്പെടുത്തുന്ന ആത്മാവ്, പരിശുദ്ധാത്മാവ് മാത്രമേ ഉള്ളൂ. അവൻ സകല സത്യത്തിൽ നിന്ന് വഴി നടത്തും. അല്ലേ? സകല സത്യത്തിലും വഴി നടത്തും പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളവനും മാത്രമാണ് ഇതിനെ വെളിപ്പെടുത്തുവാനുള്ള അധികാരമുള്ളൂ. ആമേൻ. വായിച്ചാട്ടെ. അപ്പോൾ ബേൽശസ്സർ എന്ന് പേരുള്ള ദാനിയേൽ കുറെ നേരത്തേക്ക് സ്തംഭിച്ചിരുന്നു. അവൻ വിചാരങ്ങളാൽ പരവശനായി. രാജാവ് അവനോട്, ബേൽശസ്സരേ, സ്വപ്നവും അതിന്റെ അർത്ഥവും നിമിത്തം നീ പരവശനാകരുതേ എന്ന് കൽപ്പിച്ചു. ബേൽശസ്സർ ഉത്തരം പറഞ്ഞത്, യജമാനനെ, സ്വപ്നം തിരുമനസ്സിലെ ശത്രുക്കൾക്കും അതിന്റെ അർത്ഥം തിരുമനസ്സിലെ വൈരികൾക്കും ഭവിക്കട്ടെ. ഇത് ശ്രദ്ധിക്കണേ. ഈ വാക്യമായി ഞാൻ എടുക്കാൻ ആഗ്രഹിച്ച ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. ആ വാക്യം ഇപ്പൊ വായിച്ച വാക്യം. അപ്പോൾ ബേൽശസ്സർ എന്ന് പേരുള്ള ദാനിയേൽ കുറെ നേരത്തേക്ക് സ്തംഭിച്ചിരുന്നു. അവൻ വിചാരങ്ങളാൽ പരവശനായി. കണ്ടു, അവൻ വിചാരങ്ങളാൽ പരവേശനായി. കാര്യം ഏറ്റവും വലിയവനോടാണ് ഇനി കാര്യം പറയാൻ പോകുന്നത്. രാജാവ് അവനോട് സ്വപ്നവും അതിന്റെ അർത്ഥവും നിമിത്തം നീ പരവേശനാകരുതേ എന്ന് കൽപ്പിച്ചു. ബേൽശസ്സർ ഉത്തരം പറഞ്ഞത്, യജമാനനെ, സ്വപ്നം തിരുമനസ്സിലെ ശത്രുക്കൾക്കും. കണ്ട, സ്വപ്നം തിരുമനസ്സിലെ ശത്രുക്കൾക്ക്. അതിന്റെ അർത്ഥം തിരുമനസ്സിന്റെ വൈരികൾക്കും ഭവിക്കട്ടെ. അതാണ് നിങ്ങൾ കഷ്ടം സഹിച്ചിട്ട് ഭീഷണം പറയാതിരിക്കണ്ടേ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കഷ്ടം സഹിക്കുമ്പോൾ നിങ്ങൾ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, ശപിക്കാതെ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, ശപിക്കാതെ അനുഗ്രഹിക്കും. നമ്മുടെ നാട്ടിൽ നിന്നാ പോകുന്നൊരു പ്രവാചകനെങ്കിൽ പറയൂടാ, നിന്റെ തറയും കൊണ്ട് പോകുന്നു. ഇത്രയും നാളെ ഞങ്ങളെ ഇട്ടിക്കണ്ട വേദനിപ്പിലെല്ലാം വന്നിട്ട് ഇപ്പൊ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പ് കണ്ടോ എന്ന് ചോദിക്കും. അതോടുകൂടി വേണമെങ്കിൽ ആ ദൈവപ്രവൃത്തി അവിടെ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. വായിച്ചേ. ആമേൻ. ആ ഭാഗം ഒന്ന് വായിച്ചേ. ആ ഭാഗം ശ്രദ്ധിക്കണം. എന്താ അവിടെ പറയുന്നത്? ശത്രുക്കൾക്ക് വരിക, വൈരികൾക്ക് വരിക. ശത്രുക്കൾക്കും അതിന്റെ അർത്ഥം മനസ്സിലെ വൈരികൾക്കും ഭവിക്കട്ടെ. വളർന്നു ബലപ്പെട്ടതും ആകാശത്തോളം ഉയരമുള്ളതും ഭൂമിയിൽ എല്ലായിടത്തു നിന്നും കാണാവുന്നതും ഭംഗിയുള്ള ഇലയും അനവധി ഫലവും എല്ലാവർക്കും ആഹാരവും ഉള്ളതും കീഴെ കാട്ടുമൃഗങ്ങൾ വസിച്ചതും കൊമ്പുകളിൽ ആകാശത്തിലെ പക്ഷികൾക്ക് പാർപ്പിടം
ഉണ്ടായിരുന്നതുമായി കണ്ട വൃക്ഷം രാജാവേ വർദ്ധിച്ചു ബലവാനായി തീർന്നിരിക്കുന്ന തിരുമേനി തന്നെ. കണ്ടോ, അത് തിരുമേനി തന്നെയാണ്. അടുത്തത്, തിരുമനസ്സിലെ മഹത്വം വർദ്ധിച്ചു, ആകാശം വരെയും ആധിപത്യം ഭൂമിയുടെ അറുതി വരെയും എത്തിയിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചാണ് ഈ യഹൂദ ജനം പ്രവാസത്തിലേക്ക് പോയത്. അപ്പോൾ യഹൂദ പ്രവാസത്തിന്റെ സമയത്ത് ഇവർ പ്രവാസികളായിരുന്ന ബാബിലോൺ സ്വത്രം അന്നത്തെ രാജ്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശക്തിയുടെയും നിലവാരത്തിൽ നോക്കിയാൽ ഉന്നത ശ്രേണിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. ദൈവജനം പ്രവാസത്തിലേക്ക് ചെല്ലുമ്പോൾ ആ രാജ്യങ്ങൾ ശോഭിക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ആമേൻ. വളരെ എത്ര പേര് ഗ്രഹിക്കുന്നു എന്ന് അറിയത്തില്ല. നമ്മയും സ്വാധീനിക്കുന്ന, നമ്മയും ഭരിക്കുന്ന പലതും വളരുവാൻ ദൈവം ഇടവരുത്തും. നമ്മുടെ ശത്രുക്കൾ വളരുവാൻ ദൈവം ഇടവരുത്തും. നമ്മുടെ പോരാട്ടങ്ങൾ വളരുവാൻ ദൈവം ഇടവരുത്തും. സ്തോത്രം. 400 വർഷം പ്രവാസത്തിലേക്ക് പോയതാണ് സ്തോത്രം ഈജിപ്തില്. അവിടെ സ്തോത്രം പെറ്റ് പെരുകി വളർന്ന് വലിയൊരു സമൂഹമായി ഇസ്രായേൽ മക്കൾ തീർന്നു. 400 വർഷം കൊണ്ട് അവരവിടെ അടിമ കിടക്കുകയാണ്. അങ്ങനെ 430 വർഷവും കൂടെ പ്ലസ് അവിടെ കൂടി വന്നപ്പോൾ പീഡനം വളരെ വർദ്ധിച്ചു. അപ്പോൾ രാജ്യം വളരെ ബലപ്പെട്ട് കിടക്കുകയായിരുന്നു, അല്ലേ? അവിടെ അന്നത്തെ പണികളും അന്നത്തെ എല്ലാവിധ ഗ്രാനറി, അതായത് സംഭരണശാലകൾ സ്തോത്രം അധികമായി ഉണ്ടാക്കിയത് ആ മോശയുടെ ആ കാലഘട്ടത്തിലായിരുന്നു. അതിനർത്ഥം എന്നാ? വളരെയേറെ പ്രോസ്പെരിറ്റി വർദ്ധിച്ചു വന്ന കാലഘട്ടം. ദൈവജനം പ്രവാസത്തിൽ കിടക്കുന്ന ദേശത്തായിരുന്നു സ്വന്തം സമ്പത്തിന്റെ വർധനവ് വന്നത്. ഹല്ലേലൂയ. സമ്പത്തിന്റെ വർധനവ് വരുന്നത് എന്തിനാണെന്നറിയാവോ? സ്തോത്രം. അത് ദൈവപ്രവർത്തിക്കും ദൈവമക്കൾക്കും വേണ്ടി തന്നെ ദൈവം അത് ശേഖരിക്കുകയാണ് ശരിക്കും. പക്ഷെ അത് നെബൂഖദ്നേസറിനോ ഫറോയ്ക്കൊന്നും അറിയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അവന്മാര് പറയുന്നത് എന്താ? നെബൂഖദ്നേസർ പറയുന്നത് എന്താണ്? നെബൂഖദ്നേസറിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ വളരെ വർദ്ധിച്ചു വരുന്ന ഒരു ദർശനം അവിടെ കൊടുത്തു. വളരെ പടർന്ന് പന്തലിച്ച് ബലപ്പെട്ടും പ്രബലപ്പെട്ടും നിൽക്കുന്ന ഒരു വൃക്ഷത്തെ ഉപമിച്ചാണ് അവിടെ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ വളർന്ന് പ്രബലപ്പെട്ട് നിൽക്കുന്ന ഒരു വൃക്ഷത്തോട് സ്വന്തം നെബൂഖദ്നേസറിനെ ഉപമിച്ച് പരിശുദ്ധാത്മാവ് അവിടെ വെളിപ്പെടുത്തുകയാണ്. വായിച്ചേ. ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു വൃക്ഷത്തെ വെട്ടിയിട്ട് നശിപ്പിച്ചു കളയുകയും എങ്കിലും അതിന്റെ തായ്വേര് വയലിലെ ഇളംപുല്ലിൽ ഇരിക്കും, താമ്രവും കൊണ്ടുള്ള ബന്ധനത്തോടു കൂടെ ഭൂമിയിൽ വെച്ചേക്കുവിൻ. അത് ഭൂമിയിൽ വെച്ചേക്കുവിൻ. അവൻ ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയട്ടെ. അവൻ 7 കാലം കഴിയുന്നത് വരെ അവന്റെ ഉപജീവനം കാട്ടുമൃഗങ്ങളോട് കൂടെ ആയിരിക്കട്ടെ എന്നിങ്ങനെ പറയുന്നത് രാജാവ് കണ്ടുവല്ലോ. അപ്പൊ കണ്ടോ, ഇത് കാഴ്ച കണ്ടത്, അതായത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആദ്യം ആര് കണ്ടു. അപ്പോൾ ഇത് താനാണോ മറ്റാരെങ്കിലും ആണോ എന്ന് ചോദിക്കാനാണ് ആരെ വിളിച്ചത്? ഈ ദാനിയേലിനെ വിളിക്കുന്നത്. ദാനിയേൽ വന്ന പറഞ്ഞു ഇതൊക്കെ തന്റെ നെബൂഖദ്നേസറിന്റെ വൈരികൾക്ക് ഇതൊക്കെ വരും, നെബൂഖദ്നേസർ ശത്രുക്കൾക്ക് ഇത് വരും. പക്ഷേ ശത്രുക്കൾക്ക് വരാനല്ല നെബൂഖദ്നേസറെ നിന്നെ ഇത് കാണിച്ചത്, നിന്റെ വൈരികൾക്ക് വരാനല്ല ഇത് കാണിച്ചത്, നിന്നെ പിടിക്കാനാണ് ഇത് കാണിച്ചത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ അവകാശം ഇരിക്കുന്ന ഇടങ്ങളും സ്തോത്രം ആ കൂടി വരുന്ന കൂട്ടായ്മകളും വഹിക്കുന്ന വിധങ്ങളും ഇതിന്റെ കീഴെ വ്യാപരിക്കുന്ന ചില കരങ്ങളൊക്കെ സൂക്ഷിച്ചോണം. കാര്യം ദൈവത്തിന്റെ ദർശനം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് വിചാരിക്കണ്ട. ദാനിയേൽ പോയി പറയും ഇതൊക്കെ വൈരികൾക്ക് വരട്ടെ എന്ന് പറഞ്ഞാൽ വൈരികൾക്ക് വരുമോ? ശത്രുക്കൾക്ക് വരട്ടെ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾക്ക് വരുമോ? ഇതൊക്കെ ആ നേരത്ത് സ്തോത്രം നെബൂഖദ്നേസറിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പറഞ്ഞതാണ്. പക്ഷെ അതൊന്നും കൊണ്ട് ദൈവം അതൊന്നും കാര്യമാക്കുന്നില്ല. കർത്താവ് ചെയ്യേണ്ട സമയത്ത് അത് ചെയ്യുക തന്നെ ചെയ്യും. വായിച്ചോ. അതിന്റെ അർത്ഥം ഇതാകുന്നു. യജമാനനായ രാജാവിന്റെ മേൽ വരുന്ന അത്യുന്നതനായവന്റെ വിധി ഇതുതന്നെ. തിരുമേനിയെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. കണ്ടോ, നീക്കിക്കളയും. കണ്ടോ, ഈ സമയത്ത് ഇവിടെ ശരിക്കും ആത്മ നിറവിലായി. ആര്? ദാനിയേൽ ആത്മാവിന്റെ നിറവിലായി. ഇത് വൈരികൾക്ക് വരട്ടെ,
ഇത് നിന്റെ ശത്രുക്കൾക്ക് വരട്ടെ എന്ന് പറഞ്ഞ അതേ ദാനിയേൽ ഇപ്പോൾ ആത്മനിറവിലായപ്പോൾ കറക്റ്റ് ദൂതാ പറയുന്നത്. മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും, മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. മനസ്സിലെ വാസം കാട്ടുമൃഗങ്ങളോട് കൂടെയാകും. കാളയെ പോലെ പുല്ലുതീറ്റും, കാളയെ പോലെ പുല്ലുതീറ്റും. ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയും. മനുഷ്യന്റെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായവൻ വാഴുകയും അതിന് തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് തിരുമനസ്സുകൊണ്ട് അറിയുന്നത് വരെ കർത്താവിന്റെ ആ പ്ലാൻ എപ്പോൾ വരെയാണ്? താൻ ആരെയാണോ ലക്ഷ്യം വെക്കുന്നത് അവൻ അത് ഗ്രഹിക്കുന്നത് ഏത് ദിവസം, ഏത് മണിക്കൂർ, ഏത് മിനിറ്റ്, ഏത് സെക്കൻഡ്. അപ്പോഴാണ് ദൈവത്തിന്റെ കരം അതിന്റെ മീതെ നിന്ന് മാറുന്നുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ നിന്ന് ഒഴിയാൻ പറ്റുമോ? അത് ഗ്രഹിക്കുന്നത് വരെ വായിച്ചോ. അറിയുന്നത് വരെ 7 കാലം കഴിയും. വൃക്ഷത്തിന്റെ താഴ്വേര് വെച്ചേക്കുവാൻ അവൻ കൽപ്പിച്ചതോ വാഴുന്നത് സ്വർഗമാകുന്നു എന്ന് തിരുമനസ്സുകൊണ്ട് ഗ്രഹിച്ച ശേഷം, കണ്ടോ, തിരുമനസ്സുകൊണ്ട് ഗ്രഹിച്ച ശേഷം രാജ്യത്വം തിരുമേനിക്ക് സ്ഥിരമാകും എന്നത്രേ. അപ്പോൾ എപ്പോഴാണ് ദൈവം ഒരു കാര്യം ഉറപ്പിക്കുന്നത് അറിയാമോ? പിതാവ് പ്രതീക്ഷിക്കുന്ന ഫലത്തിലേക്ക് നെബൂഖദ്നേസർ മടങ്ങി വരണം. പുത്രൻ ഭൂമിയിൽ വാഴുവാൻ പുറപ്പെട്ടത് എന്തിനാണ്? നെബൂഖദ്നേസറിനെ പോലെയുള്ള സകലരും ദൈവപുത്രന്റെ മുമ്പിൽ ഒന്നോടെ അംഗീകരിച്ച് കീഴ്പ്പെടുന്നത് വരെയും. പുതിയ നിയമത്തിൽ വിളിച്ച് പറഞ്ഞ എന്നാണ് അവൻ രക്ഷിക്കപ്പെടുന്നത് അന്ന് വരെയും കിടന്നു കുഴയും. അല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ അനുഗ്രഹിക്കുവിൻ, ശപിക്കാതെ അനുഗ്രഹിക്കുവിൻ എന്ന് പറഞ്ഞ അതുപോലെ അനുഗ്രഹം വരുമെന്നാണോ? അല്ല, വരുന്നത് ഇതാ. നിനക്ക് വരുന്ന അനർത്ഥങ്ങളെല്ലാം നെബൂഖദ്നേസറേ നിന്റെ വൈരികൾക്ക് വരട്ടെ, നിന്റെ ശത്രുക്കൾക്ക് വരട്ടെ. കണ്ട, അനുഗ്രഹിച്ചത് കൊണ്ടോ? പക്ഷേ അനുഗ്രഹം ഫലിച്ചോ? ഇല്ല. പിന്നെ എന്നാ പറ്റി? വേറെ ആരെങ്കിലും ആണോ മൃഗത്തെ പോലെ പുല്ല് നിന്നത്? വേറെ ആരെങ്കിലും ആണോ മഞ്ഞും വെയിലും കൊണ്ട് അവൻ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്? മറ്റാരെങ്കിലും ആണോ? നെബൂഖദ്നേസർ തന്നെ പോയി. മനസ്സിലാകുന്നുണ്ടോ? നിന്നെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, ശപിക്കാതെ അനുഗ്രഹിക്കുവിൻ. അങ്ങനെ അനുഗ്രഹിക്കാനേ ദാനിയേലിന് തരവുള്ളൂ. ആത്മനിറവിലേക്ക് വരുമ്പോൾ ഉള്ളത് പറഞ്ഞോണം. ഹല്ലേലൂയ. നിന്റേതായിട്ട് ഒന്നും ഇട്ടേക്കരുത്. ചിലരതാണ് ഈ കൊണ്ടുപോകുന്നവൻ അവന്റെ കയ്യിൽ നിന്ന് കുറെ ഇട്ടിട്ട് ദൈവം കൊടുക്കുന്നത് ഇല്ല അവസാനം. ഇപ്പൊ കയ്യിൽ ഇങ്ങനെ കൊട്ടയായിട്ട് നടക്കുന്ന കാര്യം താൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതൊക്കെ ഇടാൻ വേണ്ടി നടക്കുകയാണ് കുറെ. മനസ്സിലാക്കണേ, ദൈവം തരുന്നത് വ്യാപാരം ചെയ്യണം. ആമേൻ. വായിച്ചേ. രാജാവേ, എന്റെ ആലോചന തിരുമനസ്സുകൊണ്ട് പ്രസാദമായിരിക്കട്ടെ. നീതിയാൽ പാപങ്ങളെയും ദരിദ്രന്മാർക്ക് ധൂപം കാട്ടുന്നതിനാൽ അകൃത്യങ്ങളെയും, നീതിയാൽ പാപങ്ങളിൽ ദരിദ്രങ്ങൾക്ക് കൃപ, ധൂപമല്ല കൃപ കാട്ടുന്നതിനാൽ അകൃത്യങ്ങളെയും പരിഹരിച്ചു കൊള്ളുക. അതിനാൽ പക്ഷേ തിരുമനസ്സിലെ സുഖകാലം ദീർഘമായി നിൽക്കും. കണ്ടോ, അവിടെയും ദാനിയേൽ ഒന്ന് മസാജ് ചെയ്ത് വിട്ടു. ശ്രദ്ധിക്കേ, അവിടെ ഒന്ന് മസാജ് ചെയ്ത് വിട്ടു. കാര്യം തുടങ്ങിയപ്പോ പറഞ്ഞു ഇതിന്റെ വൈരികൾക്ക് വരട്ടെ, ഇതിന്റെ ശത്രുക്കൾക്ക് വരട്ടെ. ഇതൊക്കെ പിന്നെ കാര്യത്തോടടുത്ത് വന്നപ്പോഴേ ദൈവത്തിന്റെ കൃപയിലേക്ക് വന്ന മനസ്സിലായി ഇനി ഇവന്റെ മുഖം നോക്കണ്ട, ഉള്ളതുപോലെ ഏതായാലും പറയണം. അതുള്ളതുപോലെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞൊരു കാര്യം ചെയ്യ്, ഇനി ദാനധർമ്മങ്ങളൊക്കെ കൊടുത്തോ. മനസ്സിലാകുന്നു, ഇതിനകത്ത് ദാനിയേലിനെ ദൈവം രക്ഷിക്കുന്ന വിധമാണ് കാണിക്കുന്നത്. കാരണം അടിക്ക് കുറവൊന്നുമില്ല. തന്റെ ദാസനാകുന്ന ദാനിയേലിനെ മാറ്റി നിർത്തുകയുള്ളൂ. നിന്നെ ഉപദ്രവിക്കുന്നവരുടെ വിഷയത്തിൽ നീ അവരെ അനുഗ്രഹിക്കണം, ശപിക്കാതെ അനുഗ്രഹിക്കണം. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മകനെ മകളെ നിന്നെ അതിൽ നിന്ന് ദാനിയേലിനെ രക്ഷിച്ചതുപോലെ ദൈവങ്ങൾ മാറ്റി നിർത്തും. അതുകൊണ്ട് നീ പറഞ്ഞ വചനമൊന്നും മാറുമെന്നല്ല, ദൈവത്തിന്റെ പ്രോഗ്രാം മാറുമെന്നല്ല, അവിടെ നിനക്ക് പകരം ദൈവം നല്ല ക്ലീൻ ആയിട്ട് കാര്യം ചെയ്തു വെക്കും. അപ്പോഴോ ഇന്ന് പകൽ നേരം ഇതുപോലെ മനുഷ്യരുടെ കരം കടന്നു ചെല്ലാത്ത ചില മേഖലകളില് ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം ഇന്ന് പകൽ നേരം വെളിപ്പെടും. കർത്താവിന്റെ പ്രവൃത്തി
ബലത്തോടെ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അപ്പോൾ ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. ഇതെല്ലാം നെബൂഖദ്നേസർ രാജാവിന് വന്നുഭവിച്ചു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ദരിദ്രരോട് കാര്യങ്ങളൊക്കെ കൃപ കാട്ടുന്നതിനാലും ദാനധർമ്മങ്ങളെല്ലാം ചെയ്യുന്നതിനാലും കുറെ നാളൊക്കെ പിടിച്ചു നിന്നില്ല. അപ്പൊ അങ്ങനെ കുറേയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ദൈവം ആ പ്രോഗ്രാം മാറ്റുമോ? മാറ്റില്ല. എന്നാന്നറിയാമോ? നീ എപ്പോഴാ ഈ പറഞ്ഞ കാര്യങ്ങളിൽ മടുക്കുന്നത്, അപ്പോൾ ദൈവം ഈ ഉത്സാഹത്തോടെ എഴുന്നേറ്റ് വരും. തന്റെ പ്ലാൻ മനസ്സിലാകുന്നുണ്ടോ? ചില കാര്യങ്ങളൊക്കെ ചില കാലഘട്ടത്തേക്ക് പെൻഡിങ് വന്നെന്ന് വെച്ച് അടി ഒന്നും ദൈവം മാറ്റി വെക്കുന്നില്ല. ഹല്ലേലൂയ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. ഇതെല്ലാം നെബൂഖദ്നേസർ രാജാവിന് വന്നുഭവിച്ചു. 12 മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ കണ്ടോ, 12 മാസം, ഒരു വർഷം കൃത്യം ഈ വ്യക്തി ഈ ദാനധർമ്മങ്ങളും സഹായങ്ങളൊക്കെ ചെയ്ത് ഉയരത്തിലേക്കൊക്കെ നോക്കി ഇങ്ങനെ താഴ്മയോടൊക്കെ കൂടി ഇരുന്നു. മനസ്സിലാക്കണം, പണ്ടൊരു ചൊല്ലുണ്ട്, മുന്തിയ മാനസാന്തരം 3 മാസം അല്ലെ, അങ്ങനെ പറയുന്നത്. ഇവിടെ മുന്തിയ മാനസാന്തരം 1 വർഷം നിന്നു. നമ്മളെക്കാളൊക്കെ ബെറ്റർ ആയിരുന്നു. പറഞ്ഞെടുത്ത തീരുമാനം 1 വർഷമൊക്കെ പിടിച്ചു നിർത്താനുള്ള കഴിവ് ആർക്കുണ്ടായിരുന്നു? നെബൂഖദ്നേസറിനുണ്ടായിരുന്നു അല്ലേ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യം ഇന്ന് ഓർമ്മയില്ല, ഇന്ന് പറയുന്ന കാര്യം അടുത്ത ദിവസം ഓർമ്മയില്ല. അതാണ് നമ്മുടെയൊക്കെ സ്ഥിതി. നെബൂഖദ്നേസർ അതിനൊക്കെ വളരെ ഫാർ ബെറ്റർ ആയിരുന്നു. 1 വർഷം കാര്യങ്ങളൊക്കെ ക്ലീൻ ആയിട്ട് ഓടിച്ചു അല്ലേ. അടുത്ത് വായിച്ചേ. 12 മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാത്തിക്കൊണ്ടിരുന്നു. അപ്പൊ എന്നാ, ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോ ഉള്ളിലൊരു തൃപ്തി ഉണ്ടായി. ഇത് കർത്താവൊക്കെ ഏതാണ്ട് മറന്നത്, അന്നൊരു പേക്കിനാവ് കണ്ടതാ അല്ലേ. ഇപ്പൊ അങ്ങനെയായി. എന്താ കാര്യം? അതൊക്കെ ചുമ്മാ കണ്ടതല്ലേ ബ്രദറേ, ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലേ. ചിലർ അങ്ങനെ പറയുന്നു, അതൊക്കെ വെറുതെ കണ്ടതാണേ, അതൊക്കെ അങ്ങ് മാറി, അതൊക്കെ പോയി, ഒന്നും കുഴപ്പമില്ലെന്നേ. വായിച്ചോ. അടുത്ത. ഇതു ഞാൻ എന്റെ ധനമാകാത്മ്യത്താൽ എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബിലോൺ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഇവിടെ ശ്രദ്ധിക്കണം, ഇത് ഞാൻ എന്റെ ധനമാഹാത്മ്യം, ഈ പണവ അനേകരെ കൊണ്ട് നരകത്തിൽ വിടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എത്ര പ്രാർത്ഥിച്ചു ഉപസിച്ച് ബലപ്പെട്ടൊക്കെ ക്രമീകരിച്ചു വന്നാലും പണത്തിന്റെ കാര്യം വരുമ്പോ എല്ലാവരുടെയും അടിസ്ഥാന ഇളവുകയാണ്. പണത്തിന്റെ വിഷയം വന്നു കഴിയുമ്പോൾ പലരുടെ അടിസ്ഥാന ഇളവുകയാണ്. നമ്മൾ വായിച്ച സ്തോത്രം, നമ്മൾ ദാനിയേൽ പ്രവചനം തന്നെ തുടർന്ന് വായിക്കണം. നമ്മൾ റോമാലേഖനം നമ്മൾ എടുത്ത ആ 12-ാം അധ്യായത്തിന്റെ അവിടെ വായിക്കുന്ന എന്താണല്ലോ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവിൻ, പ്രാർത്ഥനയിൽ ഊറ്റിരിക്കുവിൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും. അതായത് ആ ലിസ്റ്റിന്റെ അകത്ത് അവസാനം പറഞ്ഞ 2 കാര്യം പണച്ചെലവുള്ള കാര്യമാണ് അല്ലേ. എന്തൊക്കെയാണ്? വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ, രണ്ടാമത് അതിഥി സൽക്കാരം. ഇതൊക്കെ വരുമ്പോ സാമ്പത്തികം ചിലവിട്ടാലേ കാര്യം ഉള്ളൂ. അവിടെ വരുമ്പോഴാണ് അടുത്ത വാക്യം എന്താ കിടക്കുന്നത്? നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ. കണ്ടോ, ഈ പണത്തിന്റെ കാര്യം, ജോർജ് കുട്ടിയുടെ കാര്യം പറയുമ്പോഴാണ് പ്രശ്നം അല്ലേ. പണത്തിന്റെ കാര്യം പറയുമ്പോ ചിലർക്ക് സഹിഷ്ണുത നഷ്ടപ്പെടും, ചിലർക്ക് ദൈവകൃപ നഷ്ടപ്പെടുന്നത് പണത്തിന്റെ വിഷയം പറയുമ്പോഴാണ്. പ്രാർത്ഥനാ ജീവിതം മുടങ്ങുന്നത് പണത്തിന്റെ വിഷയം പറയുമ്പോഴാണ്. ചിലർക്ക് പണം ദൈവമായിട്ട് തന്നെ ഇരിക്കുക, സ്തോത്രം പറയും, ആരാധിക്കും, വേണം ഒരു സഭയിലെ പാസ്റ്റർ ആയിരിക്കും, കാര്യങ്ങളെല്ലാം ചെയ്യും. പണത്തിന്റെ കാര്യം വരുമ്പോഴാണ് ശരിയായ ഗോലിയാത്ത് എഴുന്നേൽക്കുന്നത്. ചിലരെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ്. പണവിഷയത്തിൽ വല്ലാതെ കിടന്ന് ക്ലേശിക്കും. പണത്തിന്റെ വിഷയം വരുമ്പോൾ അതിനെ ജയിക്കുവാൻ ഇതുവരെ ദൈവസന്നിധി വന്നിട്ടുമില്ല. ചിലരുടെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. എല്ലാവരുടെയും കാര്യമല്ല. പൗലോസ് എന്തെങ്കിലും കയ്യിലുണ്ടായിരുന്നോ? തന്റെ അവസാന കാലമായപ്പോൾ പൗലോസിന് എടുക്കാൻ പറ്റിയത് എന്തൊക്കെയായിരുന്നു? പുസ്തകങ്ങൾ കൊണ്ടുവരണം. സ്തോത്രം. ചുരുളുകള്, അതായത് പുസ്തകങ്ങള്, ചുരുളുകള്, അതുപോലെ ഒരു പുതപ്പുണ്ട്, ചർമ്മലിഖിതവും പുതപ്പും നീ വരുമ്പോ കൊണ്ടുവരണം. പുസ്തകങ്ങൾ ആരുള്ളതാ? എന്തുണ്ടായിരുന്ന വ്യക്തി ആ കപ്പലിന് ഉടമയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കപ്പലുള്ള വ്യക്തിയായിരുന്നു, വളരെ ധനവാനായിരുന്നു ആ വ്യക്തി. അവസാനം എന്ത് ചെയ്തു? ഇതെല്ലാം ചപ്പ എന്ന് എണ്ണിപ്പോയി അല്ലേ.
അതൊക്കെ വേണ്ടെന്ന് വെച്ച് പോകാനുള്ള ഒരു കൃപ പ്രാപിച്ച വ്യക്തിയായിരുന്നു പൗലോസ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ആ വ്യക്തി നമ്മുടെ നാട്ടിൽ പ്രസംഗിക്കുമ്പോൾ നമ്മൾ പ്രസംഗിക്കാൻ ഒരു സ്റ്റേജ് കൊടുക്കത്തില്ല. കാര്യം പണം നേരെ ഉപയോഗിക്കാൻ അറിയാത്തവനായിരുന്നു. അതുകൊണ്ട് അവന് സ്റ്റേജ് കൊടുക്കരുത് പാസ്റ്റർ എന്ന് പറയും. അങ്ങനെയൊക്കെയാണ് ചിലരുടെ വിഷയങ്ങൾ. പണം നല്ലപോലെ ഉപയോഗിക്കാൻ അറിയത്തില്ല. ആ ഒരു കാര്യത്തിൽ ആ ദൈവദാസൻ വളരെ പരാജയമായിരുന്നു. അപ്പൊ ശുശ്രൂഷ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ പോകുന്നവരുണ്ടെന്നേ നമ്മുടെ ഇടയിലെ കർത്താവിന് വേണ്ടി നഷ്ടം, ഉയരത്തിലിരുന്ന് നഷ്ടം വന്ന് താഴോട്ട് ഇറങ്ങിയവരുടെ പേര് ആർക്കും അറിയത്തില്ല. വെട്ടിപ്പിടിച്ച് മേളിൽ കയറിയവന്റെ പേരെ എല്ലാവർക്കും അറിയത്തുള്ളൂ. അത് നമ്മുടെ സംസ്കാരത്തിന്റെ പ്രശ്നമാണത്. ഇന്ത്യയുടെ സംസ്കാരം അനുസരിച്ച് താഴെ കിടക്കുന്നവരെ ആർക്കും വേണ്ട. കാര്യം നമ്മുടെ രാജ്യം തന്നെ മൂന്നാം ലോക രാജ്യമാണ്, അല്ലെ? തേർഡ് വേൾഡാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. ഇവിടെ വളരെ വർദ്ധിച്ചു വരുന്ന ആരാണ്? അധ്വാനിച്ചും പിടിച്ചും ഉയരത്തിൽ കയറിയവനായിരിക്കണം. അവന്റെ പേരെ സമൂഹം അറിയുള്ളൂ. ഇങ്ങനൊരു സംസ്കാരം നമ്മുടെ രാജ്യത്തുണ്ട്. ഇതേ സംസ്കാരം ഇന്ന് സഭയ്ക്കകത്തും വർദ്ധിക്കുകയാണ്. ഒന്നുമില്ലാതിരുന്ന് ഞാൻ പുറത്തുപോയി മുപ്പല്ലിയുമായിട്ട് കാശ് കൊണ്ടുവന്നു, അല്ലേ? മുപ്പല്ലിയായിട്ട് പോയി കാശ് കൊണ്ടുവന്നു. ഹല്ലേലൂയ. അങ്ങനെ കൊണ്ടുവന്നവരുടെ പേരെ മറ്റുള്ളവർക്ക് അറിയത്തുള്ളൂ. എല്ലാ പണവും എല്ലാ പദവികളും വിട്ട് താഴോട്ട് ഇറങ്ങിയവനോ അവനോട് പുറകിൽ പോയി ഇരിക്കാൻ പറയുന്നത്. നമ്മൾ ഇന്ത്യയിൽ ഇരുന്നാ സംസാരിക്കുന്നല്ലേ? മനസ്സിലാക്കണമേ, നമ്മളിൽ എത്ര പേര് കർത്താവിന്റെ വരവിൽ പോകും എന്ന് ഒരു വലിയ ചോദ്യം ഞാൻ ഇടുകയാണ്. എത്ര പേര് കർത്താവിന്റെ വരവിൽ പോകും? ഹല്ലേലൂയ. എന്താണ് ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ? നിങ്ങൾ സ്തോത്രം, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, ശപിക്കാതെ അനുഗ്രഹിക്കുവിൻ. പറ്റുമോ? പാസ്റ്റർ അനുഗ്രഹിച്ചാലും വിശ്വാസി വിടത്തില്ല, അവൻ രാഗി മെഴുകും, അല്ലെ? അങ്ങനെയുള്ള സംഘടനകളുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ അനുയായികളാണോ എന്ന് ചോദിച്ചാൽ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതങ്ങനെയാണോ, അല്ലേ? എന്താണ് അവിടെ പറയുന്നേ? സ്തോത്രം, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, ശപിക്കാതെ അനുഗ്രഹിക്കുവിൻ. കഴിയുമോ ഇത്? പണത്തിന്റെ വിഷയം വരുമ്പോൾ ശാപവാക്കുകൾ വരും. മനസ്സിലാക്കണം. ഒരു വർഷക്കാലം സ്വർഗം നെബൂഖദ്നേസറിന്റെ വിഷയം പെൻഡിങ് വെച്ചേക്കുക. ഈ പെൻഡിങ് മാറിയത് എപ്പോഴാണ്? ഒരു ദിവസം വന്നിരുന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കുളിയൊക്കെ കഴിഞ്ഞ് നല്ല മിനിങ്ങി മേളിലോട്ടങ്ങ് കയറി കയ്യിലൊക്കെ ഇഷ്ടം പോലെ പണമുണ്ട്, പുറത്തേക്കൊന്നും ഇറങ്ങിയില്ലേലും അവിടെ നിന്ന് സൂഹിക്കുക. അപ്പോൾ ഇന്ന് തന്നെയാണ് നെബൂഖദ്നേസറേ നിന്റെ സ്വർഗത്തിൽ എഴുതി കുറിച്ച് വെച്ച ഫയല് ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരുന്ന. ഇന്ന എപ്പോഴാ? അതിന്റെ വായിന്ന് തന്നെ ന്യായവിധിയുടെ സാഹചര്യം വരണം. അവൻ മുകളിലോട്ട് കയറി. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെല്ലാം ചിന്തിക്കുന്നത് ദൈവം ഒരു അനർത്ഥം ഒരുവന്റെ മേൽ വരുത്തുവാൻ പദ്ധതി ഇട്ടാൽ അതിന് കാരണം ഉണ്ടായിട്ടാണ് ദൈവം അത് ചെയ്യുന്നത്. അതിന്റെ പിന്നിൽ പ്രാർത്ഥനയും ആരാധനയൊക്കെ ഉണ്ടെങ്കിലും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അത് വരും നിശ്ചയം, അല്ലേ? എന്താണ് ആ വാക്യം നമുക്ക് നോക്കി? ഇതെല്ലാം നെബൂഖദ്നേസറിന് അതിന്റെ 28 മുതൽ വായിച്ചു. ഇതെല്ലാം ഇതെല്ലാം നെബൂഖദ്നേസർ രാജാവിന് വന്നു ഭവിച്ചു. 12 മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാത്തിക്കൊണ്ടിരുന്നു. ഇത് ഞാൻ എന്റെ ധനമാഹാത്മ്യത്താൽ എന്റെ പ്രതാപ മഹത്വത്തിനുമായിട്ട് രാജധാനിയായി പണിത മഹദിയാം ബാബേൽ. ഇത് ഞാൻ എന്റെ ധനമാഹാത്മ്യത്താൽ എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹദിയാം ബാബേൽ അല്ലയോ? യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി ഇങ്ങനെ ഒഴുകുക. ഇതിന്റെ ചുറ്റുമാണെന്ന് പറഞ്ഞാൽ ഇരു കരകളിലുമായിട്ടാണ് ബാബേൽ കോട്ട നിൽക്കുന്നത്. അതിന്റെ നടുവിലാണ് ബാബേൽ നഗരം നിലനിൽക്കുന്നത്. ഇതിന്റെ നടുവിൽ രാജാവിന്റെ സിംഹാസനവും കൊട്ടാരവും അതിന് മേലാണ് തൂക്കുവാനും ഉൾപ്പെടെയുള്ളത് ഇരിക്കുന്നത്. ഈ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി ഇങ്ങനെ ഒഴുകി വരുമ്പോൾ മനസ്സിലാക്കണം, ആ സൂര്യന്റെ ശോഭ
ഈ സൂര്യസ്തോത്രം ഈ യൂഫ്രട്ടീസിലും ടൈഗ്രിസിലും അടിച്ചു കഴിഞ്ഞ് അത് റിഫ്ലക്ട് ചെയ്യുന്ന എങ്ങോട്ടാണെന്നറിയാവോ? ഈ രാജാവിന്റെ അരമനകളിലും ഇതിന്റെ കോട്ടകളിലേക്കും അടിക്കുമ്പോൾ സ്വർണം സ്തോത്രം പൂശിയിരിക്കുന്ന ഈ കൊട്ടാരങ്ങള് വളരെ പ്രകാശിക്കും. അതിനാണ് പറഞ്ഞത് സ്വർണം നഗരം എങ്ങനെ മുടിഞ്ഞുപോയി എന്ന് പറയുന്നത്. ബാബിലോണിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ തേജസ്സിലിരിക്കുന്ന ഒരു നഗരത്തിന്റെ നടുവിൽ ഇരുന്നു കൊണ്ട് ഈ സ്വർഗ തുല്യമായി ഏതൻ തുല്യമായിട്ടിരിക്കുന്ന ദേശം ഇതെല്ലാം വളരെ മനോഹരമാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം കണ്ടു. ഒരു വീട് നമ്മുടെ നാട്ടിലാണ് ഭയങ്കര ഒരു വലിയൊരു വീട് കണ്ടു. അതിന്റെ ചുറ്റും ഒത്തിരി പണികളും കാര്യങ്ങളും എന്നിട്ട് 20,000 സ്ക്വയർ ഫീറ്റിലെങ്ങാണ്ടുള്ള ഒരു വീടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇവിടെ 1500 2000 ഏറിപ്പോയ 3000 സ്ക്വയർ ഫീറ്റ് ഉള്ളവന് 28,000 സ്ക്വയർ ഫീറ്റിന്റെ വീട് കണ്ടുമ്പോൾ വാ ഒളിച്ചിരുന്നു പോകുന്ന ഒരവസ്ഥ കണ്ടിട്ടുണ്ട്. അപ്പൊ നോക്കുമ്പോൾ അതിന്റെ അകത്ത് എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്, പുറത്തേ ഇറങ്ങണ്ട. അങ്ങനെ അതിന്റെ അകത്ത് എല്ലാ സജ്ജീകരണങ്ങളും അവസ്ഥകളും എല്ലാം വെച്ച് അടുത്തിരുന്ന് സത്യം പറഞ്ഞാൽ സുഖിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ അതിന്റെ അകത്തിരിക്കുമ്പോൾ പണ്ട് ഇങ്ങേര് പറഞ്ഞതുപോലെ അതേ ലെവലിൽ നിന്ന് സംസാരിക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്റെ കഴിവാ, എന്റെ അറിവാ. അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ വളരെ താഴ്മയുണ്ടെന്ന് തോന്നുന്ന ചില വ്യക്തികളെയൊക്കെ നമ്മൾ കാണും. അവരെല്ലാവരും പറയും ഇത്രയോ വലിയ വീടുണ്ടായിട്ട് എത്രയോ താഴ്മയോടെ സംസാരിക്കുന്നത്. എന്റെ മകനെ, നീ അവനോട് പാപത്തെ കുറിച്ച് സംസാരിക്കുക, അപ്പൊ അകത്തുനിന്ന് ചാടി വരും സാധനം. മനസ്സിലായോ? ചിലരൊക്കെ ഈ വളരെ തെറ്റായ വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ഇത്രയും പണം ഉണ്ടായിട്ട് എന്തൊരു എളിമയാണ്, നീ പാപത്തെ കുറിച്ച് സംസാരിക്കുക. അപ്പോൾ അറിയാം പാപമാണ്, ആള് സിമ്പിൾ ആണോ വയലന്റ് ആണോ എന്നുള്ളത് അറിയാം. പേര് ചോദിച്ച ശാന്തമാൻഡി, കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വയലന്റ് ആൻഡിയാണ്. മനസ്സിലാവുന്നുണ്ടോ? വയലന്റ് ആവും. മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ നടക്കുന്നതിന് കാരണം എന്താണ്? ഈ ഉള്ളിൽ ഈ ദ്രവ്യാഗ്രഹം കിടക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഏതെങ്കിലും ഒരു പാപത്തിൽ പെട്ട് കിടക്കുന്നവരാ മിക്ക മനുഷ്യരും. രക്ഷിക്കപ്പെടാത്തവരല്ലാതെ പുറമേ സ്തോത്രം എത്ര ഡീസന്റ് ആണെന്ന് പറഞ്ഞാലും അവന്റെ ഉള്ളിൽ പാപം എന്ന രോഗം ബാധിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നെബൂഖദ്നേസറിനെ നമ്മൾ നോക്കുമ്പോൾ അവൻ പറയുന്ന കാര്യം എന്താണ്? ഇതെന്റെ ധനമാഹാത്മ്യത്താല് ഉണ്ടാക്കിയതാണ്, എന്റെ പ്രതാപ മഹത്വമാണ്. അല്ലേ? രാജധാനി പണിത മഹതിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഈ വാക്ക് രാജാവിന്റെ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായതെന്നാൽ രാജാവ്. അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം, നമുക്കെല്ലാം പറയാൻ അധികാരവും സ്വാതന്ത്ര്യവും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പേടിക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോ. എപ്പോഴാ നിന്റെ സ്തോത്രം നഗരം ഇടിഞ്ഞു പോകുന്നതെന്ന് നിനക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. ചിലർ പറയും എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പറയും. ആരാ എന്നോട് ചോദിക്കാൻ? നീ ആരാ? മനസ്സിലാക്കണം, ഉയരത്തിലൊരു ദൈവമുണ്ട്. അത് മറന്നു പോകുന്നു അനേകര്. ഹല്ലേലൂയ. നീ ആരാ എന്നെ പഠിപ്പിക്കാൻ? നീ ആരാ എന്നോട് ചോദിക്കാൻ? ഞാൻ എന്തും പറയും. അങ്ങനെ ധാർഷ്ട്യമുള്ള ഒത്തിരി പേരുണ്ട്. നെബൂഖദ്നേസർ അങ്ങനെ തന്നെ പറഞ്ഞു, അല്ലേ? തന്റെ അഹങ്കാരത്തോടെ താൻ ഇടപെട്ടപ്പോൾ മനസ്സിലാക്കണം. ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ദൈവം ഒരു പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം അത് പെൻഡിങ് ആണെങ്കിലും ആ പെൻഡിങ് ആയിരിക്കുന്ന വിഷയം എപ്പോഴവന്റെ ശിരസിൽ വരേണ്ടതെന്ന് സ്വർഗം ശ്രദ്ധയോടെ നോക്കിയിരിക്കുന്നുണ്ട്. ഇവന്റെ എല്ലാ ഡയലോഗ് സ്വർഗം കേട്ടുകൊണ്ടായിരിക്കും. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അന്നേ 1 വർഷം മുമ്പേ ദൈവത്തിന്റെ ആലോചന പറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു തന്നിട്ട് കർത്താവ് മാറിയെന്ന് വിചാരിക്കരുത്. പിന്നെയോ നിന്റെ ഓരോ വാക്കും തൂക്കി നോക്കുന്ന ഒരു സ്വർഗം നിനക്ക് മീതെയുണ്ട്. നിന്നെ ശ്രദ്ധിച്ചോണ്ടായിരിക്കുന്നത്, നിന്റെ വായിലെ വാക്കുകൾ കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അല്ലേ? അപ്പോൾ ആ വാക്ക് പറഞ്ഞു തുടങ്ങിയപ്പോൾ വായിച്ചോ. സ്വർഗത്തിൽ നിന്ന് ഇത് ധനമാഹാത്മ്യമല്ല, എന്റെ ധനത്തിനല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇവന് പകരം നിൽക്കാൻ ഒരുവനെ ഭൂമിയിൽ ഇങ്ങനെ നോക്കിയിട്ട് കാണുന്നില്ല. ഉണ്ടോ? നെബൂഖദ്നേസറിന് ഒറ്റ എതിരാളിയായിട്ട് ആരെയും ഭൂമിയിൽ കണ്ടില്ല. അങ്ങനെ ചിലരുടെ വളർച്ചയുണ്ട്, അല്ലേ? ഭൂമിയിൽ നോക്കിയിട്ട് അവനെ എതിർക്കാൻ പറ്റുന്ന ആരുമില്ല. അങ്ങനെയുള്ളവർ എന്തിനാണെന്നറിയാവോ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത്? നിന്നെ സ്വർഗത്തിലെ ദൈവത്തിന് അഭിമുഖമായിട്ട് നിർത്താൻ വേണ്ടിയാണ്. ഹല്ലേലൂയ.
ഏറ്റവും ഉന്നത ശ്രേണി കയറുന്ന നീ അഹങ്കാരം പറയുമ്പോൾ നീ സംസാരിക്കുന്നതിന് നിന്നോട് സംഭാഷിക്കുവാൻ സ്വർഗം ഇറങ്ങി വരും. ശ്രദ്ധിച്ചോണം, അത് നിന്റെ ഗുണത്തിനായിട്ടല്ല. ഹല്ലേലൂയ. വായിച്ചോ. നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജ്യത്വം നിന്നെ വിട്ടു നീങ്ങിയിരിക്കുന്നു. നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോട് കൂടെ ആയിരിക്കും. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഒരു അതിശയം എന്നാന്നറിയാം. 1 വർഷം മുമ്പ് ദർശനത്തിൽ കണ്ട കാര്യം ഇപ്പൊ തന്നെ ചെവി കൊണ്ട് കേൾക്കുക. 12 മാസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇവിടെ ആരൊക്കെ ഇല്ല? ഇപ്പൊ മന്ത്രവാദികളില്ല, ശൗരവാദികളില്ല, കൽദേവിദ്യക്കാരില്ല, യാതൊരു വ്യക്തികളുമില്ല, ദാനിയേലും ഇല്ല. ആരെങ്കിലും ഉണ്ടോ? നീ 1 വർഷം മുമ്പോ നീ അവിടെ പള്ളിയറയിൽ നീ കിടന്നപ്പോ നിലവിളിച്ച് കാറി എഴുന്നേറ്റ് വന്ന കാര്യം പറയുമ്പോഴും ഭയങ്കര രാത്രി കാപ്പി ഇട്ട് തരാനും നിന്റെ കഥ കേൾക്കാനൊക്കെ ആളുണ്ടായിരുന്നു. ഇപ്പോഴോ നീ തന്നെ ഉലാവിക്കൊണ്ടിരുന്നപ്പോഴാ അവിടെ ആരെ ദൈവം നിർത്തിയിട്ടില്ല. മനസ്സിലാക്കണം, ചില വിഷയങ്ങൾക്ക് നിന്നെ ചില വ്യക്തികളെ ഇടപെടിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. ആ കാലം കഴിഞ്ഞിട്ടും വിഷയം പെൻഡിങ് ആണെങ്കിൽ ഇനി ദൈവിക സന്ദർശനം ഒറ്റയ്ക്കായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെയല്ല പറഞ്ഞു. ഇതെല്ലാം നെബൂഖദ്നേസർ വന്ന് ഭവിച്ചു. 12 മാസം കഴിഞ്ഞിട്ട് ബാബിലോൺ രാജമന്ദിരത്തിൽ ഉലാത്തിക്കൊണ്ടിരുന്നപ്പോ കണ്ടോ, അവിടെ വേറെ ആരുമില്ല. ഇപ്പോൾ ഇവര് മന്ത്രവാദികളെ കാണണ്ട. ആ ലിസ്റ്റിൽപ്പെട്ട ആരെങ്കിലും വേണോ? അകത്ത് മന്ത്രവാദി വേണ്ട, ആഭിചാരകന്മാരുടെ കൽദേര് വേണ്ട, ശൗനവാദികൾ വേണ്ട, ഇവരാരും വേണ്ട. ദേവന്മാരുടെ ആത്മാവ് മാത്രം അധിവസിക്കുന്ന ദാനിയേലിനെ ആവശ്യമില്ല. കാര്യം എന്നാ, ആ സമയം കഴിഞ്ഞു എന്ന് സ്തോത്രം നെബൂഖദ്നേസർ ഉള്ളുകൊണ്ട് പറഞ്ഞു. ചിലരിങ്ങനെയാ, ദൈവത്തിന്റെ കലണ്ടർ മാറാതിരിക്കുമ്പോഴും നീ നിന്റെ കലണ്ടർ മാറ്റുമ്പോൾ മനസ്സിലാക്കിക്കണം മകനെ, നീ എത്ര കലണ്ടർ മാസങ്ങളുടെ കലണ്ടർ മാറ്റിയാലും ദൈവത്തിന്റെ ഡേറ്റിലാ നീ നിൽക്കുന്നത്. ആമേൻ. വായിച്ചോ. സ്വർഗ്ഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായതെന്നാൽ രാജാവേ, വായിക്ക്. നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജ്യത്ത് നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. കണ്ടോ, വേറൊന്നും ഒരു ഡിസ്കഷൻ ഇല്ല. ഫസ്റ്റ് കാര്യം, രാജ്യത്ത് നിന്നെ വിട്ട്. ഇത് എപ്പോൾ കേൾക്കേണ്ടതായിരുന്നു? 12 മാസങ്ങൾക്ക് മുമ്പ് കേൾക്കേണ്ടതായിരുന്നു, അല്ലേ? നിനക്കിത് സംഭവിക്കും, മനുഷ്യരുടെ ഇടയിൽ നിന്ന് പോകുമെന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് നെബൂഖദ്നേസരെ നിന്റെ രാജ്യത്ത് നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഉടനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് പോവുകയും മൃഗങ്ങളോടുകൂടെ കൂടിപ്പാർപ്പാകുന്ന ഒരവസ്ഥ 1 വർഷം മുമ്പ് വന്നിരുന്നെങ്കിൽ ആർക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നറിയാമോ? ദാനിയേലിന് ബുദ്ധിമുട്ടായി പോകുന്നത്. അപ്പോൾ ദൈവാലോചന നിന്നെ അറിയിച്ചു തരുന്ന ഒരു കാലഘട്ടം, അത് വെളിപ്പെട്ട് വരുന്ന മറ്റൊരു കാലഘട്ടമുണ്ട്. സ്വർഗം ശ്രദ്ധ വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. വായിച്ചോ. നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. കാട്ടിലെ മൃഗങ്ങളോട് കൂടെ ആയിരിക്കും. നിന്റെ കാളയെ പോലെ പുല്ല് തീറ്റും. മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് നീ അറിയുന്നത് വരെ നിനക്ക് 7 കാലം കഴിയും. 7 കാലം കഴിയും. ഉടൻ തന്നെ ആ വാക്ക് നെബൂഖദ്നേസറിന് നിവൃത്തിയായി. അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കണം, ഉടനെ തന്നെ അത് സംഭവിച്ചു. ഒരു മാറ്റമില്ലാതെ അത് സംഭവിച്ചു. അപ്പൊ ഒരു കാര്യം ഞാൻ ചോദിക്കാം, ഇപ്പോൾ നെബൂഖദ്നേസറെ നിനക്ക് സംശയം വല്ലതുണ്ടോ? ഇപ്പൊ ഈ കാണുന്ന ദർശനത്തെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഇല്ല. കണ്ടോ ദർശനം? പ്രവാചകനാകുന്ന ദാനിയേലിന്റെ രംഗപ്രവേശനം. 12 മാസം കഴിഞ്ഞു, വീണ്ടും തന്റെ പഴയ സഹോദരൻ മടങ്ങി വന്നു. ദൈവത്തിന്റെ അരുളപ്പാടുകളും പ്രവചന നിവൃത്തി. അപ്പോൾ 12 മാസം വെയിറ്റ് ചെയ്യിപ്പിച്ചു, അല്ലേ? നീ ഒന്ന് മറക്കണം. ഇത് നിന്റെ മനസ്സിൽ നിന്നൊന്ന് പോയിട്ട് നീ പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വരുമ്പോൾ ആ ദൈവത്തിന് നിന്നെ തല്ലാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. എല്ലാം മറന്നിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്. ആമേൻ. വായിച്ചേ. മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവന്റെ രോമം കഴുകന്റെ തൂവൽ പോലെയും അവന്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളരുന്നത് വരെ അവൻ കാള എന്ന പോലെ പുല്ലു തിന്നുകയും അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു.
നനയുകയും ചെയ്തു. ആ കാലം കഴിഞ്ഞ് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി എന്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു. അവന്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും അവന്റെ രാജ്യത്വം തലമുറയുള്ളതും എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങേര് രക്ഷിക്കപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോഴാണ് ഇങ്ങേര് ക്രിസ്തുവിന് ഹൃദയം കൊടുത്തത്. ഇവൻ ദൈവത്തിന്റെ വഴികളെ അറിഞ്ഞത് 7 മാസം കൊണ്ടാണ് അല്ലേ? വായിച്ചേ. അവൻ സർവഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു. സ്വർഗീയ സൈന്യത്തോടെ ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവന്റെ കൈ തടുക്കുവാനോ നീ എന്തു ചെയ്യുന്നു എന്ന് അവനോട് ചോദിക്കുവാനോ ആർക്കും കഴിയുകയില്ല. നേരത്തെ തന്നെ എന്റെ ബുദ്ധി മടങ്ങി വന്നു കേട്ടോ. അപ്പൊ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇവന്റെ ബുദ്ധി മടങ്ങി വന്നു. അടുത്ത് രാജ്യത്വത്തിന്റെ മഹത്വത്തിനായി എന്റെ മഹിമയും പ്രകാശവും മടങ്ങി വന്നു. എന്റെ മന്ത്രിമാരും മഹത്വക്കളും എന്നെ അന്വേഷിച്ചു. ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം, ഇവന്റെ ബോധം പോയപ്പോ, ബുദ്ധി നഷ്ടപ്പെട്ടപ്പോൾ ഇവന്റെ കൂടെയുള്ളവർ അവനെ ഉപേക്ഷിച്ചു. മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യരൂപം പോയി മൃഗതുല്യമായപ്പോൾ പ്രിയപ്പെട്ടവര് പലരും കൈമലർത്തും. അത് ദൈവത്തിന്റെ ഒരു പ്ലാനാണ്. അപ്പോൾ ത്യജിക്കപ്പെട്ട അനുഭവങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പ്ലാനുണ്ട്. ചിലർ നിന്നെ നിരോധിച്ചിട്ടിരിക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പ്ലാനുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അത് കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? രാജാക്കൾ മന്ത്രിമാരെല്ലാം വന്നു. മന്ത്രിമാരും മഹത്വക്കളും എന്നെ അന്വേഷിച്ചു. ഞാൻ എന്റെ രാജ്യത്വത്തിന് യഥാസ്ഥാനപ്പെട്ടു. ശ്രേഷ്ഠ മഹത്വം എനിക്ക് അധികമായി സിദ്ധിച്ചു. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ചു, പുകഴ്ത്തി ബഹുമാനിക്കുന്നു. അവന്റെ പ്രവൃത്തികൾ ഒക്കെയും സത്യവും അവന്റെ വഴികൾ ന്യായവും ആകുന്നു. നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ. കാരണം നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാൻ അവൻ പ്രാപ്തനാണ്. അപ്പോൾ ഈ യാഥാർത്ഥ്യ ഹൃദയത്തിലുള്ളത് കൊണ്ടാണ് ഇന്ന് പകൽ നേരം സ്വതം നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, ശപിക്കാതെ അനുഗ്രഹിക്കുവിൻ. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഉദ്ധാരണവും ഒരു വലിയ ദൈവ പ്രവൃത്തിയും വെളിപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് ദൈവ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഒരുപക്ഷെ ദൈവത്തിന്റെ കരം നിന്നെ ഉപയോഗിച്ച നാളുകളിൽ നിനക്കൊരു കേട് വരാതെ വണ്ണം കർത്താവ് നിന്നെ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ അത് കഴിയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി എന്താണോ നിന്നോട് ആലോചന പറഞ്ഞിരിക്കുന്നത് അതൊരു മാറ്റവും കൂടാതെ വെളിപ്പെട്ടു വരുമെന്ന് ഇന്നും പകരം അടിവരയിട്ട് പറയുകയാണ്. നീ പലതിന്റെ നടുവിലും ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴും വെല്ലുവിളി നീ അനുഭവിക്കുമ്പോഴും നീ പതറിപ്പോകരുത്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് എല്ലാ വാക്കുകളെയും തൂക്കി നോക്കുന്നുണ്ട്. എല്ലാ സംഭാഷണങ്ങളിലും അവൻ ശ്രദ്ധ വെച്ച് കേൾക്കുന്നുണ്ട്. എവിടെയാണോ ന്യായവിധിയുടെ വചനം വരുന്നത്, നെബൂഖദ്നേസറിന്റെ മാനസാന്തരം സ്തോത്രം യഹൂദ ജനത്തിനൊരു ആശ്വാസമായി തീർന്നെങ്കിൽ ഈ നാളുകളിൽ നമ്മളെ വഹിക്കുവാൻ സ്വർഗം നിയോഗിച്ചിരിക്കുന്ന ചില നെബൂഖദ്നേസർമാർ ഇന്ന് പകൽ നേരം മാനസാന്തരത്തിലേക്ക് നടത്തപ്പെടുവാനും ദൈവകരോടെ ചലിക്കുവാനുമായിട്ട് ഇടയായി തീരും. ഈ വചനങ്ങളെ സ്വർഗം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിലേക്ക് നമ്മളുടെ ഹൃദയങ്ങളെ നമുക്ക് ഉയർത്താം. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക്